കർത്താവേ, തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്ന ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ഈ സന്ധ്യയെങ്കിൽ അങ്ങയുടെ സന്നിധിയിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ ജീവിത അനുഭവങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ കൃപകളെ വ്യാപരിക്കുന്നത് ഓർത്ത് നന്ദി കരയേറ്റാൻ ഇടയാക്കുന്നതിനായി സ്തോത്രം. സത്യമായ കർത്താവേ, കുടുംബമായി നിന്നെ സ്തുതിപ്പാൻ വലിയൊരു അവസരത്തെ ഞങ്ങൾക്ക് ഒരുക്കിയിരുന്നു. പ്രത്യേകിച്ച് റൻ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട് സത്യമായ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ കുടുംബജീവിതത്തിന്റെ പരിവരുത്ത യാഥാർത്ഥ്യങ്ങളുടെയൊക്കെ മധ്യത്തിൽ പരിവർത്തിച്ച ദൈവകൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി കരയേറ്റുന്നു. ദൈവമേ, കഴിഞ്ഞ നാളുകളിലൊക്കെ കൂടെ ഇരുന്ന് വഴി നടത്തിയല്ലോ. പ്രത്യേകിച്ച് ദൈവമേ, ഞങ്ങളുടെ പൂർവ്വ മാതാപിതാക്കന്മാരൊക്കെ ഈ സ്ഥലത്ത് വന്ന് താമസിച്ച് ജീവിതം ആരംഭിച്ചു. ദൈവമേ, അവരുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ സമയത്ത് ഞങ്ങൾ ദൈവമേ അച്ഛനെ ഓർക്കുന്നു, കൊച്ചുമയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെയും ജീവിതത്തിന്റെ വലിയ യാഥാർത്ഥ്യങ്ങൾ, വലിയ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ദൈവമേ, വേർപാടിന്റെ ദുഃഖം ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ മധ്യത്തിൽ മക്കളെയൊക്കെ വളർത്തുവാനും ദൈവമേ അവർക്ക് കുടുംബമായി താമസിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒക്കെ അവിടുന്ന് കൊടുത്തു. ഇത്രത്തോളം ദൈവം സഹായിച്ചു എന്ന് ഓർത്ത് നന്ദി കരയേറ്റുവാൻ ഇടയാക്കണമേ കർത്താവേ. പ്രത്യേകിച്ച് ദൈവമേ, റെന്നിന്റെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു അനുഭവം കർത്താവെ അവിടുന്ന് ആകുന്നു പ്രിയ മകനായി മകളെ ഒരുക്കിയതെന്ന് കരുതുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തന്നിട്ടല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല എന്നുള്ള ചിന്ത നൽകണമേ കർത്താവെ. അവിടുന്ന് ആകുന്നതല്ല ഞങ്ങളുടെ ജീവന്റെ നാഥൻ. ദൈവമായ കർത്താവെ, പ്രത്യേകിച്ച് പ്രിയ മകനെയും നിന്റെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ കർത്താവെ. അവരുടെ കുടുംബജീവിതം അർത്ഥവത്തായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെ ദൈവം ഞങ്ങളുടെയും ദൈവം എന്ന് പറയാൻ ഇടയാക്കണമേ കർത്താവെ. അവർ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ദൈവത്തിന്റെ വലിയ സാമീപ്യവും സാന്നിധ്യവും ഉണ്ടാകണമേ. പ്രിയ മക്കൾ ദൈവത്തിന്റെ വലിയ ദാനമാകുന്നുള്ള ചിന്ത എപ്പോഴും അവരെ ഭരിക്കുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമായ കർത്താവെ, ഞങ്ങൾ തകർന്നു പോകാതെ നിലനിർത്തിയൊരു ദൈവമുണ്ടല്ലോ. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണും നൽകി ഞങ്ങളെ വഴി നടത്തിയൊരു ദൈവമുണ്ടല്ലോ. ഈ പ്രിയ മകൻ അമ്മയുടെ ഉദരത്തിൽ ഒരു പിണ്ഡാകാരമായിരുന്നപ്പോൾ മുതൽ തന്നെ കരുതിയൊരു ദൈവമുണ്ടല്ലോ. ദൈവമായ കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി കരയേറ്റുവാൻ ഈ അവസരം അവിടുന്ന് ഒരുക്കുന്നതിനാൽ സ്തോത്രം. കർത്താവ് കൂടെ ഇരിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നു. രഞ്ജിച്ചതിനായിട്ട് സ്തോത്രം. പരിശ്രമയോർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവമേ, മൂത്ത മകനെയും കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ചേർന്ന് ഞങ്ങൾക്ക് കുടുംബത്തോട് ദൈവത്തിന് നന്ദി തോന്നി, കരുണ തോന്നി എന്ന് പറഞ്ഞ് സന്തോഷിപ്പാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയും നിറച്ചാട്ട് ശക്തീകരിച്ചാട്ട് ഈ ഭവനം അനുഗ്രഹിക്കപ്പെട്ടതായി തീരണമേ. നാളത്തെ ശുശ്രൂഷ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, ദൈവമേ, വരുവാനുള്ളവരെ കൂട്ടിവരുത്തുകയും എല്ലാവരും ചേർന്ന് സന്തോഷിപ്പാനിടയാക്കുകയും ചെയ്യണമേ. ദൈവമായ കർത്താവേ, പ്രിയ മക്കൾ കുടുംബജീവിതം നയിക്കുമ്പോൾ അർത്ഥവത്തായ ദൈവമേ വ്യത്യസ്തകളെയൊക്കെ ദൈവകൃപയിൽ അവർ മറന്ന് ഒരുമിച്ച് ജീവിക്കാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇവരുടെ കുടുംബത്തിന്റെ പ്ലാനിങ് ഇവർ മാത്രമല്ലല്ലോ, ദൈവവും കൂടെ ചേർന്ന് ചെയ്യുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ നിറച്ചാട്ട് അതിനുള്ള മനസ്സിനെ കൊടുക്കണമേ. ഒരുമിച്ച് തങ്ങളുടെ ജീവിതം പങ്കുവെക്കേണ്ടതാണെന്നുള്ള ബോധ്യം പ്രിയ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ വലിയ കൃപയിൽ വരെ നിറച്ചാൽ ശക്തീകരിച്ചാണ്ട് ഞങ്ങൾ എല്ലാവരെയും ഈ ഭവനത്തെയും ഭവനത്തിലുള്ള എല്ലാവരെയും താഴ്ത്തിവിട്ട കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കൃപയിൽ നിറക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പിതാവായ ദൈവത്തിന്റെ സ്നേഹമേകാപുത്രന്റെ പരിശുദ്ധയുടെ സംബന്ധ സവാസം നാം ഓരോരുത്തരോടും പ്രത്യേകിച്ച് പ്രിയ മകനോടും അതിനുവേണ്ടി നിശ്ചയിക്കുന്ന പ്രിയ മകളോടും നാളത്തെ എല്ലാ ശുശ്രൂഷയോടും കൂടി നിർത്തുന്നതാകട്ടെ. ദൈവമായ കർത്താവിനെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ശക്തീകരിക്കുകയും വലിയ ദൈവകൃപകൾക്കായി
जिंद जान करा छेती सोने रात ना लंगे आ जावे आजा सोने रात ना लंगे छेती सोने रात ना लंगे आ जावे आजा सोने रात ना लंगे जद भी तनु तकदी आवे अखियां भी शुक्र मनावे कोले दूर न जावे हानिया पलकां दी करके छावा दिल दे तनु कोल बिठावा तक तक तेनु खैरा पावा हानिया तेरी तेरी हानिया तेरी होके मरा जिंद जान करा तेरी होके मरा जिंद जान करा കൃപയ്ക്കായി വന്ദനം ചെയ്തിടുന്നേ തന്നതിനുന്നതമാം കൃപയ്ക്കായി വന്ദനം ചെയ്തിടുന്നേ നിൻരുതിരമതിനാൽ പ്രതിഷ്ഠിച്ച ജീവ പുതുവഴിയാൻ സന്നിധം വന്നിടമേ സതതം നിന്നടിയാർക്കുവിതാ വിൻ സന്നിധം വന്നിടമേ സതതം എത്ര മഹത്വമുള്ള പദവിയെ ഇപ്പുഴുക്കൽക്കാരുളാൻ പാത്രതയേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമഹോ പാത്രതയേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമഹോ വാനദൂതഗണങ്ങൾ മനോഹര ഗാനങ്ങളാൽ സതതം ഊനമെന്നെ പുകഴ്ത്തി സ്തുതിക്കുന്ന വാനവനെ നിനക്ക് ഊനമെന്നെ പുകഴ്ത്തി സ്തുതിക്കുന്ന വാനവനെ മന്നരിൽ മന്നവൻ നീ മനുകുലത്തിനു രക്ഷാകരൻ നീ മിന്നും പ്രഭാവമുള്ളോൻ വേദാവിനു സന്നിധൻ നീയല്ലയോ
മിന്നും പ്രഭാവമുള്ളോൻ പിതാവിനു സന്നിഭൻ നീയല്ലയോ. വന്ദനമേശുവരാ നിനക്കെന്നും വന്ദനം യേശുവരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരു നാമത്തിനാദരവായി. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരു നാമത്തിനാദരവായി. സങ്കീർത്തനം വായിച്ചു. 128 സങ്കീർത്തനം വായിക്കും. റെന്നെ എഴുന്നേറ്റിരുന്ന് ഇങ്ങോട്ട് നിന്ന് Psalm 127 and 20. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. നിങ്ങൾ അതികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെ കൊണ്ട് തൻ്റെ ആവനാഴിക നിർശ്വസിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിൽക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകുകയില്ല. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. ക്രിസ്തുവേശുവിൽ കൂടെ അളവ് കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സായങ്കാലം കർത്താവെ നിന്റെ സന്നിധിയിൽ ഏഴാകുന്ന അടിയങ്ങൾക്ക് അടുത്തു വരുവാൻ അവിടുന്ന് കൃപ ചൊരിഞ്ഞതോർത്ത് നന്ദിയോട് സ്തോത്രം. കർത്താവെ, ഭൂമിയിൽ ഒരു കുടുംബം കൂടെ സ്ഥാപിക്കപ്പെടുവാൻ അവിടുന്ന് ഇട നൽകുന്നതോർത്ത് നന്ദിയോട് സ്തോത്രം. അതിനാൽ സ്വർഗം സന്തോഷിക്കുന്ന നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഈ സായങ്കാലത്ത് ഈ പ്രിയ ഭവനത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് ചേർന്ന് വരുവാൻ അവിടുന്ന് സാവകാശം നൽകി. പ്രിയ രഞ്ജിച്ചാനെ അനമ്മാമയെ ദുൽക്കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു. അവർക്ക് ദാനമായി കൊടുത്ത 2 മക്കൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. റോബിനെയും റെന്നിനെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുന്ന വലിയ ദയക്കായിട്ട് നിന്നെ സ്തുതിക്കുന്നു. റോബിന് കൊടുത്ത കുടുംബജീവിതത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, നാളെ വിവാഹിതനാകുവാൻ വേണ്ടി കർത്താവെ ദിവസങ്ങളൊക്കെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുമ്പോൾ ഇതുവരെയും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ മകൻ്റെ വിവാഹ നിശ്ചയത്തിൻ്റെ സമയം മുതൽ ഇതുവരെയും കർത്താവെ അവിടുത്തെ കരുണ കൂടെ ഇരുന്നുവല്ലോ. നല്ല ആലോചനകളാൽ നിന്റെ മക്കളെ വഴി നടത്തിയല്ലോ. 2 പേർക്കും കർത്താവെ കാനഡയുടെ പ്രദേശത്ത് ജോലിയിലായിരിക്കാൻ അവിടുന്ന് സാവകാശം നൽകുന്നതോർത്ത് നന്ദി. കർത്താവെ, അത് പൂർത്തീകരിക്കപ്പെടുമ്പോൾ നിന്റെ കൃപ നിന്റെ പൈതങ്ങളോടുകൂടെ ഇരിക്കുകയും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിക്കാൻ തക്കണം അവിടുന്ന് സഹായിക്കണമേ. ഈ കുടുംബവുമായി ബന്ധപ്പെട്ടും സ്നേഹബന്ധത്തിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ രാക്കാലങ്ങളുടെ കൂടി വരുവാനും കർത്താവെ, ഞങ്ങളുടെ പിതാക്കന്മാർ നൽകിയതായിട്ടുള്ള അനുഗ്രഹീതമായ കുടുംബത്തിൻ്റെ നല്ല സ്മരണകളെ ഓർക്കുവാനും അവരിലൂടെയുള്ളതായ ബന്ധങ്ങളെ അരക്കിട്ട് ഉറപ്പിക്കുവാനും ഒക്കെയും നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ ഈ കൂടിവരവിൽ നിന്റെ കൃപ വ്യാപരിക്കണമേ. കർത്താവെ, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാകുന്നുവെന്നും അവൻ്റെ ഭാര്യ അവൻ്റെ ഭവനത്തിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവെ, അവൻ്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെ ഇരിക്കുമെന്നൊക്കെ ഉള്ളതായ നിന്റെ വചനം ഞങ്ങൾക്ക് വായിക്കുവാനായിട്ട് ഇടയായല്ലോ. നിന്റെ പൈതങ്ങളും ആരംഭിക്കുന്ന കുടുംബജീവിതം യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് ഏദൻ പർദീസിൽ ആഗ്രഹിക്കപ്പെട്ടതുപോലെയുള്ളതായ ഒരു ബന്ധം പുത്രനിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടതായിട്ടുള്ള മഹുദ്ധീകരിക്കപ്പെട്ടതായിട്ടുള്ള ഒരു കുടുംബ ബന്ധമായിരിക്കാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കുകയും തുണയ്ക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവേ, സമയം ഞങ്ങൾ തിരുസന്നിലിരിക്കുമ്പോൾ നിന്റെ കൃപ നിന്റെ ദയ ഞങ്ങളോടുകൂടെ ഇരിക്കുകയും നല്ല ആലോചനകളാൽ ഞങ്ങളെ പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഞാൻ പറയുന്നത് കേൾക്കാമോ? വരും. ഇവിടെ ഒരു ഭാഗം ഞാൻ അതിലെ ഗ്ലോബ് കറങ്ങുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അച്ചുതണ്ടിൽ കറങ്ങിയെങ്കിൽ മാത്രമേ എനിക്ക് മോനെ ലാസ്റ്റ് ഇരിക്കുന്ന ആള്
ഇതാ പുള്ളിയുടെ പോക്കെല്ലാം കാണി വിട്ടു കൊടുക്കാമല്ലോ. എല്ലാവരും കല്യാണം കഴിച്ചവരും കല്യാണം കഴിപ്പിക്കപ്പെട്ടവരും അല്ലേ, ഇങ്ങനെയുള്ളതായി ആയിരിക്കുന്നവരോട് കൂടുതലായി ഒന്നും പറയാനായിട്ട് എനിക്കില്ല. എന്നാൽ ഈ രഞ്ജിച്ചാൻ എനിക്ക് തിരിക്കപ്പുറത്ത് ചേരത്തില്ല. എന്നോട് പറയുന്നത് അടിച്ച് തകർത്തേക്കണോ എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് തകർക്കാനും പൊളിക്കാനും ഒന്നും അറിയാം. എന്നിരുന്നാലും നമ്മുടെ വ്യക്തി എന്ന് പറയുന്നത് റെന്നാണ് അല്ലേ. ലിൻഡ ഇവിടെ വന്നിട്ടില്ല. ഇവരുടെ ഉറപ്പിന് ഞങ്ങൾ പോയി. ഈ 2 കൊച്ചുങ്ങളും ഇല്ലായിരുന്നു. ഞങ്ങൾ പിന്നെ പപ്പായും അമ്മായും വെച്ച് ഉറപ്പിച്ചിട്ട് പോരുകയായിരുന്നു. പക്ഷേ ഞാൻ ഇന്ന് അവരുടെ അഡ്രസ്സ് എഴുതാൻ എടുത്തപ്പോഴാണ് നോക്കിയപ്പോൾ അവർ 2 പേരും കാനഡയുടെ ആൽബർട്ട സ്റ്റേറ്റിൽ എഡ്മണ്ടനിലാണ് താമസിക്കുന്നത്. ഞാൻ നോക്കി 2 പേരുടെ അഡ്രസ്സ് ഒന്നാണോ എന്ന് നോക്കി. അഡ്രസ്സ് ഒന്നല്ല എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ലിവിങ് ടുഗദർ അല്ല എന്ന് മനസ്സിലായി. പിന്നെ രഞ്ജിച്ചാനും അനമാമയും ഒരു നല്ല കുടുംബജീവിതം നയിക്കുന്നതായതുകൊണ്ട് കുഞ്ഞുങ്ങളും അങ്ങനെയൊന്നും പോകുകയില്ല കേട്ടോ. അവൻ്റെ മുഖം കൂടെ ഈ അച്ഛൻ എന്തുവാ പറയാൻ പോകുന്നതെന്ന് വിചാരിച്ച് കൂടെ വിളറിയിരിക്കുക. ഇല്ല, നിന്നെ ഞാൻ പഞ്ച് ചെയ്യത്തില്ല ഈ രാത്രി. ഓക്കെ അവൻ വലിയ വോളി കളിക്കാരനാണ്. നല്ല ഷാർപ്പ് അടിക്കാരനാകുമ്പം ബോളിനിട്ട പ്രഹരമൊന്നും ഈ രാത്രിയിൽ ഞങ്ങൾ തരാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഒരു മനോഹരമായ സ്ഥലത്താണ്. ഞാൻ അവിടെ ഒരു കല്യാണം നടത്താനായിട്ട് ആ സ്റ്റേറ്റിൽ പോയിട്ടുണ്ട്. ഒരാഴ്ച അവിടെ താമസിച്ച് ലോകത്തിലെ ഏറ്റവും വണ്ടർഫുൾ സീൻസ്, റോക്കി മൗണ്ടൻ, ഡിനോസറൊക്കെ കൂട്ടമായിട്ട് ജീവിച്ചിരുന്ന ഡ്രം ഹിൽ, കാൽഗറി, അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ പോയി കാണാനായിട്ടൊക്കെ ഇടയായി. നല്ല 9 മാസം തണുപ്പിൻ്റെ അവസ്ഥയിൽ അവർ അമ്മമ്മയുടെ മോളും അവിടെ ഉണ്ട്. അപ്പോൾ ജീവിക്കുന്നിടത്ത് അവർ കുടുംബജീവിതത്തിൻ്റെ ഡ്രീംസൊക്കെ ഓൾറെഡി എന്തോ ചെയ്തു, ഷെയർ ചെയ്തു. അപ്പോൾ ഇപ്പോൾ പറയുന്നതൊക്കെ ആർക്ക് വേണ്ടിയാണ്? ഇവിടെ കെട്ടി 20, 30, 40 വർഷമൊക്കെ ആയിരിക്കുന്നവർക്ക് വേണ്ടി ഈ രാത്രിയിൽ അച്ഛൻ എന്തോ ചെയ്യാൻ പോകുന്നത്, പറയാനായിട്ട് പോകുന്നത്. പിന്നെ അവർക്കറിയാൻ വയ്യാത്ത വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രാത്രിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് നാളെ സർവീസിലൂടെയും തിരുമേനിയുടെയൊക്കെ പ്രബോധനത്തിലൂടെ അവർക്ക് ലഭിക്കും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. നമുക്കറിയാം ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കുടുംബജീവിതം എന്ന് പറയും, അല്ലെങ്കിൽ കുടുംബം എന്ന് പറയും. നമുക്കെല്ലാവർക്കും അറിയാം അതിൻ്റെ ഫൗണ്ടേഷൻ എങ്ങനെയായിരുന്നുവെന്നും അതിൻ്റെ വളർച്ച എങ്ങനെയായിരുന്നുവെന്നും അത് ദൈവം ഒരു കുടുംബത്തെക്കുറിച്ച് എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതൊക്കെയായ അനുഗ്രഹീതമായ വചനങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും സുപരിതമായിരിക്കുന്നത് കൊണ്ട് ഞാൻ അതിലൊന്നും പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ കുടുംബജീവിതം, സ്പൗസൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ശരിയായിട്ട് കൊണ്ടു നടന്നില്ലെങ്കിൽ എന്തോ ചെയ്യും? എന്താ പറ്റും? കണ്ടോ, കൂടെ കുഴപ്പിച്ചല്ലോ എന്നൊരു ഭയം അല്ലേ? വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനൊരു പള്ളിയിൽ സെർവ് ചെയ്യാൻ ചെന്നപ്പോൾ അവിടുത്തെ പ്രായമുള്ളൊരു ഡോക്ടർ എന്നോട് പറഞ്ഞു, അച്ഛാ, ഫ്രജൈൽ തിങ് ഹാൻഡിൽ വിത്ത് കെയർ ഇല്ലേ. ഈ ഗ്ലാസ്സൊക്കെ കൊണ്ടുവരുന്നതായിട്ടുള്ള ബോക്സിൻ്റെ മണ്ടയിൽ ഒരു മാൻഡേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെച്ചേക്കും ഇല്ലേ, ഇതിനകത്തുള്ളത് പൊട്ടുന്ന സാധനമാണ്, എന്തു ചെയ്യണം, എടുക്കുന്ന ആൾ ഇന്നലെ വരെ ഉള്ളതായ ഒരു തരമല്ല ഇതുങ്ങളെയൊക്കെ കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ ലെവൽ അങ്ങ് മാറുകയാണ് അല്ലേ. അപ്പോൾ ആൾബന്ധ ഫ്രീഡം വർദ്ധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യണം? ഹാൻഡിൽ വിത്ത് കെയർ അല്ലേ. ആദ്യത്തെ പ്രബോധനം അതാണ്. അപ്പോൾ അത് ഉഴപ്പിപ്പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആളറിഞ്ഞ് എന്തു ചെയ്യണം, അല്ലെങ്കിൽ മരമറിഞ്ഞ് അറിയത്തില്ലേ, ഈ കുരിശുമുട്ടുകാരെല്ലാം വലിയ കൃഷിക്കാരാണ്, എനിക്ക് അറിയത്തില്ല. മരമറിഞ്ഞ് കൊടിയിടണം ഇല്ലേ. ഈരാറ്റുപേട്ടിലെ സാറിനറിയാതെ, കാരണം മരമറിഞ്ഞ് കൊടിയിടണമെന്ന് പറയും. എന്ന് പറഞ്ഞതുപോലെ ഭാര്യ ഭർത്താക്കന്മാരുടെ സ്വഭാവം അറിഞ്ഞു വേണം എന്തു ചെയ്യണം. ഇവിടെ നിന്ന് എന്തെല്ലാം പ്രബോധനങ്ങൾ പറഞ്ഞാലും മുൻപോട്ടുള്ള ജീവിതത്തിന് ഡു യു ഫോളോ മീ? മനസ്സിലാകുന്നു? ഓക്കെ. നിങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളൊക്കെ ഇതൊക്കെ മനസ്സിലാകുന്നില്ലെന്ന് തോന്നി. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ലിൻഡായെ ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്തു ചെയ്യണം? ഇറ്റ്സ് എ ഫ്രജൈൽ തിങ്, ഹാൻഡിൽ വിത്ത് കെയർ. അപ്പോൾ കുടുംബജീവിതം എന്ന് പറയുന്നത് അത്ര സുരക്ഷിതമായി സൂക്ഷിക്കുവാനായിട്ടുള്ള. അപ്പോൾ ഇവിടുത്തെ ആൻറ്റിമാർ വിചാരിക്കുന്നുണ്ട്, ഈ അച്ഛൻ ഞങ്ങളുടെ ഭർത്താക്കന്മാരോടൊക്കെ നേരത്തെ ഒന്ന് വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ വലിയ പരുക്കില്ലാതൊക്കെ അല്ലേ ഞങ്ങളുമൊക്കെ ഈ നാളുകളിലൊക്കെ രക്ഷപ്പെട്ടനെയോ. അതവിടെ നിൽക്കട്ടെ. എന്നാൽ ഇതൊരു ദൈവത്തിൻ്റെ വലിയ ദാനമാണ് ഇല്ലേ.
ദൈവത്തിൻ്റെ ദാനം എന്ന് പറയുമ്പോൾ ഗിഫ്റ്റ്, നിങ്ങൾക്കറിയാം, നാളെ ഈ കല്യാണത്തിൻ്റെ ഇടയ്ക്ക് പണ്ടൊക്കെ അച്ഛന്മാർ പറയായിരുന്നു, പരസ്യമായിട്ട് സമ്മാനം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എന്തു ചെയ്യണം, കൊണ്ടുവന്ന സ്റ്റേജിൽ വന്ന് കൊടുക്കാം. അപ്പോൾ പോയി വലിയൊരു കുക്കറോ ഒരു ഇൻഡക്ഷൻ കുക്കറോ ഒക്കെ വാങ്ങിച്ച് അതിന് പറ്റാവുന്ന കളർ പേപ്പർ കൊണ്ടൊക്കെ പൊതിഞ്ഞ് എന്തു ചെയ്യും, അതുമൊക്കെ പിടിച്ചുകൊണ്ട് വരും. കുടുംബയോഗക്കാരൊരു വേദപുസ്തകമൊക്കെ വാങ്ങിച്ചുകൊണ്ട്, ഞങ്ങൾ കുരിശിൻമൂട്ടിൽ കുടുംബക്കാരാണ്, ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് പകലോമറ്റത്തുനിന്ന്, ഇല്ലേ പകലോമറ്റമാണോ ആയിരിക്കും പുറപ്പെട്ടവരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരും വരും. അപ്പോൾ എല്ലാവരും പൊതിയുന്ന ഗിഫ്റ്റിന് എന്തോ ഉണ്ട്, ഒരു റാപ്പിംഗ് ഉണ്ടല്ലേ, കളർഫുൾ റാപ്പിംഗ് ഇല്ലേ, അത് കൊണ്ടുവന്നാണ് പൊതിഞ്ഞുകൊണ്ടാണ് ഈ ദമ്പതികളെ ഏൽപ്പിക്കുന്നത്. ആരെങ്കിലും മോശമായിട്ട് കൊണ്ടുവരുമോ? അപ്പോൾ അവരെല്ലാം ക്യൂവിൽ നിന്ന് ഗിഫ്റ്റ് കൊടുക്കും. ആ ഗിഫ്റ്റ് വളരെ പവിത്രമായിട്ട് അവർ സ്നേഹത്തോടെ വാങ്ങിച്ചു വെക്കും. ഇതെല്ലാം കഴിയുമ്പോൾ അവരത് നോക്കാൻ പോകത്തില്ല. അമ്മായിയമ്മ അതെല്ലാം കൂടെ പറക്കി എന്തു ചെയ്യും, കാറെ കയറ്റിക്കൊണ്ട് വീട്ടിൽ കൊണ്ടുവരും. രാത്രി മക്കൾ തുറക്കുന്നതിന് മുമ്പ് അവർ തുറന്ന് അതിനകത്തൊക്കെ എന്തൊക്കെയാണ് കൊടുത്തതെന്നുള്ളത് കാണാൻ വേണ്ടി, ശരിയല്ലയോ ഇതൊക്കെ ഇല്ലേ സത്യം? നോക്കും. അപ്പോഴാണ് ഒരു ചൂരിദാർ വാങ്ങിച്ചപ്പം ഈ റെന്ന് അങ്ങനെ ഒന്നും കാണിക്കത്തില്ല. കാണിക്കോ റെന്നെ വളരെ കാര്യമായിട്ട് വിളിച്ച് പണ്ടാണ് ഇവർ നാരങ്ങയൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച്, എന്നാൽ അതിന് പകരമായിട്ട് ആ ഗിഫ്റ്റ് ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് തറവിലോട്ടിട്ട് 2 ചവിട്ടിയാലോ എന്തുമായിരിക്കും കൊടുക്കുന്ന ആളിൻ്റെ ഫീലിംഗ്? എന്തുമായിരിക്കും റെന്നെ ഫീലിംഗ്? ഭയങ്കര സങ്കടം, ദുഃഖം. അവർ തീരുമാനം എടുക്കും, ഇനി മേലാൽ ഒരുത്തിനും ഞങ്ങൾ എന്തോ ചെയ്യത്തില്ല, ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയില്ല, പാഴായിപ്പോയി എന്ന് പറയില്ലേ. നാളെ ഇതുപോലെ ദൈവം ഒരാളെ ഗിഫ്റ്റായിട്ട് ആരുടെ കയ്യിൽ ഏൽപ്പിക്കുക? അപ്പോൾ എന്തോ ചെയ്യണം? വിത്ത് ഓൾ റെസ്പെക്റ്റ് സൂക്ഷിക്കണം. ഇത്രയും വർഷം നിങ്ങളുടെ പപ്പ ഈ അമ്മാമ്മയെ സൂക്ഷിച്ചത് അതുകൊണ്ടാണ് ഇപ്പോഴും മിടുകിയായിട്ട് അച്ഛൻ്റെ തലയൊക്കെ നരച്ചിരിക്കുന്നെങ്കിലും അമ്മാമ്മ ഇത്ര ചെറുപ്പക്കാരിയായിട്ടിരിക്കുന്നതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് എന്താ? ശരിയല്ലയോ അമ്മ? അതാണ് അതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. ഗ്രാമപഞ്ചായത്ത് വേണോ, ജില്ലാ പഞ്ചായത്ത് വേണോ എന്ന് വേണ്ട, സഭയുടെ ഏതെല്ലാം സ്ഥലത്ത് ഇല്ലേ, നിങ്ങളെ ആരെങ്കിലും അങ്ങനെ വിട്ടോ? ഇല്ല, വിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ he considered it as a great gift that God has given to him ഇല്ലേ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങനെ അവർക്കൊരുമിച്ച് അനുഗ്രഹീതമായി ജീവിക്കാനായിട്ട് കഴിഞ്ഞു. എത്ര വർഷം കഴിഞ്ഞ് രഞ്ജ? 35 അല്ലേ? ഞെട്ടിപ്പോയി, ഇയേഴ്സൊക്കെ മറന്നു പോയി. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾ പോയത് അറിയാതെയാണ് അവർ ഇത്രയും വർഷം ജീവിച്ചത്. ഞങ്ങളൊക്കെ ഇങ്ങനെ ഓരോ വർഷം കഴിയുമ്പോൾ എണ്ണുക, ഇത്ര വർഷമായി എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇത് രഞ്ജിച്ചാൻ എത്ര വർഷമായെന്ന് പോലും ഓർക്കുന്നില്ല. അപ്പോൾ ദൈവം നാളെ ഒരു ഗിഫ്റ്റ് ഏൽപ്പിക്കും. അതെന്തോ ചെയ്യരുത്, യു ഡോണ്ട് ടച്ച് ഇറ്റ് ഓൺ ദി ഗ്രൗണ്ട്സ്. പറഞ്ഞാൽ മനസ്സിലായോ? അവൾ അപ്പോൾ പറഞ്ഞാൽ ഈ അച്ഛൻ നേരത്തെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു പറയാം. അതായത് അവളില്ലാതെ ഞാൻ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ ദൈവം തമ്പുരാൻ ഇല്ലേ, അതിനൊരു കാരണമുണ്ട്. ഈയിടെ ഞാനൊരു ഒരു സയൻറ്റിഫിക് സ്റ്റഡി കേട്ടു. അതായത് ഈ ലോകത്തിൽ എക്സ് ക്രോമസോം ഉണ്ടാകുന്നതിന്, ഇതൊരു സയൻറ്റിഫിക് സ്റ്റഡിയാണ്, ഇത് നമുക്കാർക്കും സ്വീകരിക്കാൻ പറ്റത്തില്ല എങ്കിൽ പോലും പറയുക, എക്സ് ക്രോമസോം ഉണ്ടാകുന്നതിന് മുൻപ് 1,00,000 വർഷം മുൻപാണ് വൈ ക്രോമസോം ഉണ്ടായത്. വൈ ക്രോമസോം നമുക്കറിയാമല്ലോ, ആൺകുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് കാരണമാകുന്ന ഏതാ? വൈ ക്രോമസോം. പെൺകുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് ഏത് ക്രോമസോമാ? എക്സും ചേർന്നാൽ അതാരാവും? അതൊന്നും അറിയത്തില്ല അച്ഛാ, പെണ്ണാണെന്നറിയാം. അത് എക്സ് ആണെന്നോ വൈ ആണെന്നൊന്നും എക്സ് ക്രോമസോം ചേർന്നാൽ എന്തായിട്ട് മാറും? പെൺകുട്ടിയാവും ഇല്ലേ? എക്സും വൈയും കൂടെ ചേർന്നാൽ അത് മെയിലാവും ഇല്ലേ? മെയിൽ ചൈൽഡാവും. അങ്ങനെയെങ്കിൽ ശാസ്ത്രം പറയുന്നത്, മൈറ്റോകോൺഡ്രിയോൺ സ്റ്റഡീസ് പറയുന്നത്, ഹോമോസാപ്പിയൻസ് ഈ ലോകത്തിലുണ്ടാകുന്നതിന് ആദ്യമുണ്ടായതായ ജനിതക ഘടകം എന്ന് പറയുന്നത് വൈ ക്രോമസോംസാണ്. അത് കഴിഞ്ഞിട്ട് 1,00,000 വർഷം കഴിഞ്ഞിട്ടാണ് ഫീമെയിൽ ക്രോമസോംസ് ആയിരിക്കുന്ന എക്സ് ഉണ്ടായതെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ തിയറി അല്ല. എന്നാലും വേദപുസ്തകം പറയുന്നുണ്ട്, അവൻ ആദിയിൽ ആരെ സൃഷ്ടിച്ചു? ആദാമിനെ സൃഷ്ടിച്ചു. അപ്പോൾ സ്ത്രീ ഇല്ലാതിരുന്നൊരു കാലം ആരുടെ ജീവിതത്തിലുണ്ടായിരുന്നു? ആദാമിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ
അതിനുശേഷമാണ് അവൻ്റെ റെസ്പോൺസ് എന്തായിരുന്നു? ഇറ്റ് വാസ് എ പ്രഷ്യസ് ഗിഫ്റ്റ്, ഇല്ലേ? ലൈക്ക് ദാറ്റ്. അതുകൊണ്ടാണ് പറയുന്നത് ദിസ് ഈസ് മൈ ബോൺ ഓഫ് ബോൺ ആൻഡ് മൈ ഫ്ലഷ് ഓഫ് ഫ്ലഷ് എന്ന് പറഞ്ഞുകൊണ്ട്, ഇതെൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവും എന്ന് പറഞ്ഞുകൊണ്ടൊരു റെസ്പോൺസ് അവൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അതുകൊണ്ടാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത മനോഹരമായിട്ടുള്ള ഒരു ഗിഫ്റ്റ്, ഇല്ലേ? അത് എങ്ങനെ വെക്കണമെന്നും എങ്ങനെ എവിടെ കൊണ്ടുവന്ന് വെക്കണമെന്നും എങ്ങനെ സൂക്ഷിക്കണമെന്നൊന്നും ഒരു ധാരണയുമില്ലാത്ത തരത്തിലുള്ളതായ ഒരനുഭവം. പറഞ്ഞു മനസ്സിലായി? അങ്ങോട്ട് റിയാലിറ്റി ഇപ്പം ഇപ്പോഴത്തെ കാലത്തെ പോലൊന്നുമല്ല. പഴയ കാലത്ത് ഇവിടെ ഇരിക്കുന്ന അച്ചായന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ബഹുഭൂരിപക്ഷം ആളുകളും കല്യാണത്തിന് പള്ളിയിൽ നിന്നപ്പം അവർ കല്യാണം കഴിക്കുകയെന്ന് ഇല്ലയോ ഒരു തോന്നലില്ലാതാ നിന്നെ. ഒരുമാതിരി എന്നാ പറയുന്നേ, നിങ്ങൾക്ക് അങ്ങനെ ആയിരുന്നു? അവരെല്ലാം നേരത്തെ തീരുമാനിച്ച് ഇന്നിപ്പോൾ കെട്ടിയേ അടങ്ങത്തുള്ളൂ എന്നും പറഞ്ഞാണ് അവരെല്ലാം വന്നത്. എന്നാൽ എൻ്റെ കാര്യം ഞാൻ പറയാം. അപ്പോഴാണ് എനിക്ക് ബോധം വന്നത്, ഞാൻ എന്തോ ചെയ്യുമായിരുന്നു, കെട്ടുകയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരാളൂടെ വന്നു എന്നുള്ളത്. അപ്പം നോക്കണം, കാരണം നമ്മുടെ ആ ഒരു ഇമോഷണൽ ലെവൽ അങ്ങനെ. അത് കഴിഞ്ഞ് വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പം ഈ ചേട്ടന്മാരുടെ ഇടയിലെല്ലാം അതുവരെ കൊച്ചായിട്ട് നടന്ന് എനിക്ക്, ഞാൻ ഒരു 6.5 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്, കൊച്ചായിട്ട് നടന്ന് എനിക്ക് എൻ്റെ ഈ ഭാര്യയുമായിട്ട് ഇവളിപ്പോഴും എന്നെ കുത്തുന്ന അതിൻ്റെ പേരിലാണ് പറയുക. ഞാൻ ഇറങ്ങി കണ്ടത്തിൻ്റെ വരമ്പേ പോയി ഞങ്ങളുടെ വീട്ടിൽ പണി ചെയ്യുന്ന ആളുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചുകൊണ്ട് നിന്ന്. അപ്പോൾ ഇവളെന്നെ അവിടെ എല്ലാം നോക്കിയിട്ട് എന്തോ ചെയ്യുന്നില്ല, കാണുന്നില്ല. ഇവൾ പറയുകയാണ് ചേട്ടത്തിമാരുടെയും ചേട്ടന്മാരുടെ ഇടയിൽ റാഗ് ചെയ്യാൻ വേണ്ടി അവളെ കൊണ്ടുവിട്ടിട്ട് ഞാൻ മുങ്ങിയതാണെന്നാണ് പറയും. കാരണം ഞാൻ ഞങ്ങളുടെ വീട്ടിലെ കൊച്ചുമോനെ പേരുകൊണ്ടും ജന്മം കൊണ്ടും ഏറ്റവും ഇളയാളാണ്. എന്നെ സമയത്തോളം അങ്ങോട്ട് എന്തോ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ കല്യാണം കഴിച്ചുവെന്ന്. കാരണം നിങ്ങളെപ്പോലെ അടുത്തടുത്ത സ്ഥലത്തും അന്ന് ഈ മൊബൈൽ ഫോണും വാട്സ്ആപ്പും ഒന്നും ഇല്ലാത്ത ഒരു കാലമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അങ്ങനെ ആകുമ്പം പരസ്പരം കാണുന്നതിനൊരു സാധ്യതയില്ല, കേൾക്കുന്നതിന് സാധ്യതയില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ, ഏതോ സംതിങ് ഈസ് ഹാപ്പനിങ് എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തോട്ട് നമുക്കൊന്നും അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കുത്തും എന്ന് പറഞ്ഞതുപോലായിരുന്നു ആരുടെ അവസ്ഥ? ആദാമിൻ്റെയും അവസ്ഥയെന്നാണ് പറയുന്നില്ലേ. അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് എൻ്റെ മോളി കൊച്ചുമ്പോൾ പറയുക, എൻ്റെ ഭർത്താവ് ഭീകരന് ഇതെല്ലാം അങ്ങനൊന്നും ഒരു ചിന്തയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഇതേ ഒരു അവസ്ഥ. അപ്പോൾ അത് ഓർത്തുകൊള്ളുക. എൻ്റെ പോയിന്റിൽ നിന്ന് ഞാൻ മാറുന്നില്ല. ദൈവം മനുഷ്യർക്ക് കൊടുത്ത ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഏത്? കുടുംബ ജീവിതം. 2, ഇറ്റ് വാസ് ആൻ എലിവേഷൻ ടു ദ ലെവൽ ഓഫ് ഗാഡ്, ഇല്ലേ? അതായത് ദൈവത്തിനോളം വളർത്തി വലുതാക്കുന്ന, ഇല്ലേ? നോക്കിയേ, അവനവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും അവനെ മെനഞ്ഞു, ഇല്ലേ? അതിനുശേഷം പറഞ്ഞ ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത്, ഇല്ലേ? God created the male and female in his own image എന്നാണ് പറഞ്ഞത്. അവൻ്റെ സ്വരൂപത്തിലും അവൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഒരു കേവലം ഒരു മഡായിരുന്ന നമ്മളെ ദൈവം തമ്പുരാൻ ആരുടെ പദവിയിലേക്ക് ഉയർത്തി, ദൈവികമായിട്ടുള്ള ഒരു ഗോഡ്ലി പൊസിഷനിലേക്ക് ഉയർത്തി. അപ്പോൾ നമ്മുടെ കുടുംബജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനേകർ ആഗ്രഹിച്ചിട്ടും കിട്ടാത്ത ഒന്നാണ്. ഞാനൊന്ന് ആലോചിച്ച് ചോദിക്കട്ടെ, ലോകത്തിൽ ക്രിസ്ത്യൻ മാരേജാണ് ഒരു മാരേജ് ഐഡിയൽ ക്രിയേറ്റ് ചെയ്തു. വേദപുസ്തകം വായിക്കുമ്പോൾ there was polygamy. ഹിന്ദുയിസം പഠിക്കുമ്പോൾ there was polyandry സിസ്റ്റം. വല്ലോ മനസ്സിലായി എന്തുവാ? ബഹുഭാര്യത്വവും ബഹുഭർത്തൃത്വവും, ഇല്ലേ? ഇന്ത്യയിൽ പറയുന്നു പാഞ്ചാലി എന്ന് പറയുന്ന സ്ത്രീക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പോളിയാൻഡ്രി സിസ്റ്റം ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അതായത് ബഹുഭർത്തൃത്വം ഉണ്ടായിരുന്നു. വേദപുസ്തകം പഠിക്കുമ്പോൾ അബ്രഹാമിന് ഹാഗാർ എന്നുള്ളൊരു വെപ്പാട്ടിയും കെതൂറ എന്ന് പറയുന്ന മറ്റൊരു ഭാര്യയും ഉണ്ടായിരുന്നു സാറ ഉള്ളപ്പോൾ. അപ്പോൾ അവർ പോളിഗാമി സിസ്റ്റം എന്തോ ആയിരുന്നു? നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ന്യൂ ടെസ്റ്റ്മെൻറ്റ് പാർട്ട് പഠിക്കുമ്പോൾ അവിടെ പറയുന്നില്ല. ഉണ്ടോ? യാക്കോബിന് പേട്രിയാർക്കിൽ പ്രധാനപ്പെട്ട യാക്കോബിനും 2 ഭാര്യമാരുണ്ടായിരുന്നു, ലേയായും റേച്ചലും. നമ്മളാരെങ്കിലും മൂക്കത്ത് വിരൽ വെക്കുമോ? എന്നാൽ ഇവിടെ നമ്മളാരെങ്കിലും കല്യാണം കഴിച്ച് ഒരു സ്ത്രീ വീട്ടിൽ താമസിക്കുമ്പോൾ തന്നെ വേറൊരു സ്ത്രീയെ കൂടെ നമ്മുടെ വീട്ടിൽ നിർത്തിയാൽ അതിനെന്തോ പറയും? നമ്മൾ റോഡിൽ ഇറങ്ങുമ്പോൾ തൊട്ട് ആളുകൾ എന്തോ ചെയ്യാൻ തുടങ്ങും? നമ്മളെ കുശുകുശുക്കാൻ തുടങ്ങും, ഇല്ലേ? ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. പള്ളിയിൽ നിന്ന് പുറത്താക്കും, ഇല്ലേ? കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്തും.
അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമൊക്കെ നടക്കും. ഇപ്പം തന്നെ നമുക്കറിയാം ഡിവോഴ്സ് എന്ന് പറയുന്നത് വളരെ ഫ്രീക്വൻ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. എങ്കിൽ പോലും ഒരാളുടെ കല്യാണം മോചിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നാൾ പേരൻസ് വളരെ പ്രയാസപ്പെട്ട അത് പുറത്തറിയാതെ ഹൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ വൺ ഹസ്ബൻഡ് വൺ വൈഫ് സിസ്റ്റമാണ് എന്തിരിക്കുന്നത്, ക്രിസ്ത്യൻസ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. എന്നാൽ ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ളതായ ഇതര കമ്മ്യൂണിറ്റിയിൽ പിന്നെ ഇതിലപ്പുറമായിട്ടുള്ള ബന്ധങ്ങൾക്കുള്ള സാധ്യതകളുണ്ട് ഇല്ലേ, ഇസ്ലാം കമ്മ്യൂണിറ്റിയിലുണ്ട്. ഞാനൊരിക്കൽ പൊന്നാനി സ്കൂളിൽ അഡ്മിനിസ്ട്രേറ്ററായിട്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു സംഭവം നടന്നു. ഒരാൾ രാവിലെ വന്ന്, ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ വന്ന് ചോദിക്കുക, എൻ്റെ കുട്ടി ഇവിടെ പഠിക്കുന്നുണ്ട്, കൊച്ചിനെ കാണണം. ഞങ്ങളെ ക്ലാസ്സിൽ സാറന്മാരെ വിട്ട് വിളിക്കാൻ ചെന്നപ്പോൾ അങ്ങനെ ഒരു കുട്ടി അവിടെ പഠിക്കുന്നില്ല. അയാൾ അങ്ങ് ശടിക്കുകയാണ്, എൻ്റെ കുട്ടി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സെൻറ്റ് തോമസ് സ്കൂളിൽ പഠിക്കുന്നു. അവിടെ പൊന്നാനി ടൗണിൽ കത്തോലിക്കർക്കും എന്തുകൊണ്ട് ഒരു സെൻറ്റ് തോമസ് സ്കൂളുണ്ട്, മർത്തോമാക്കാർക്കും എന്തുകൊണ്ട് ഒരു സെൻറ്റ് തോമസ് സ്കൂളുണ്ട്, ഒരു LP സ്കൂളാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ഈ രാവിലെ ഈ മനുഷ്യൻ 11 മണിയായപ്പോൾ വന്നിട്ട് പറയാം, എൻ്റെ കൊച്ചിനെ കാണണം. അവസാനം എല്ലാം ചുരുളഴിഞ്ഞ് വന്നപ്പോഴാണ് അദ്ദേഹത്തിന് 3 ബീവിമാരുണ്ട്. ഈ 3 ബീവിമാരിൽ ഈ കൊച്ച് പഠിക്കുന്നത് സെൻറ്റ് തോമസിലാണെന്നേ അറിയത്തുള്ളൂ, ഈ സ്കൂളിലാണെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ PTA പ്രസിഡൻറ്റിന് 3 ഭാര്യമാരും 12 പിള്ളേരുമായിരുന്നു. അപ്പം ഞാൻ പുള്ളിയോടെ ഇങ്ങനെ അടുത്തിരിക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കും, എങ്ങനെ ഇതിനെയെല്ലാം കൂടെ പോറ്റുന്നു? അപ്പോൾ പറയാം, അച്ഛൻ ഒരു കുഴപ്പവും ഇല്ല, ബീവിമാർ വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ ഈ പിള്ളേരോ അവരങ്ങ് വളരുക. അപ്പോൾ ഞാൻ അത് അവിടെ ഹീറോ ഹോണ്ട ഷോറൂമിൻ്റെ ഒരു ഓണറാണ്. അപ്പം ഞാൻ പറഞ്ഞതിന് ചുരുക്കം, എന്നാൽ നമ്മുടെ സമൂഹത്തിൽ അത് സ്വീകാര്യമല്ല. എന്തുകൊണ്ട്? നമ്മുടെ തിരുവചനം പറയുന്നു 1 man and 1 wife ഇല്ലേ? അതാണ്. അതുകൊണ്ട് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് ദൈവം തുടങ്ങിയ ആ കുടുംബ ജീവിതത്തെ ഇന്നും അതിൻ്റെ പവിത്രതയിൽ കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു സമൂഹം ഏതാ? ക്രിസ്ത്യാനിറ്റി ഇല്ലേ? ക്രിസ്തു വിശ്വാസം ഉള്ളവരാണ്. അതിനപ്പുറത്തോട്ട് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും നാണക്കേടാണ്. ചിലരൊക്കെ ഉണ്ട്, പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവരുണ്ട്, പക്ഷേ നാണക്കേടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, ഇത് ദൈവം നൽകിയതായിട്ടുള്ള അമൂല്യമായിട്ടുള്ളൊരു പദവിയാണ്, ഒരു വലിയ ഗിഫ്റ്റാണ്. അതുകൊണ്ട് വി ഹാവ് ബീൻ എലിവേറ്റഡ് ടു ദ പൊസിഷൻ ഓഫ് ഗോഡ് ബൈ ഗെറ്റിംഗ് ദ ഇമേജ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഇമേജ് കിട്ടി. ആൻഡ് ഗോഡ് മെയ്ഡ് എ കവനൻറ്റ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആൻഡ് ഇറ്റ് ബിക്കെയിം എ ട്രയൂൺ റിലേഷൻഷിപ്പ്. ഇതൊരു ത്രികോണ ബന്ധമായി, ഒരു കുടുംബജീവിതത്തിൻ്റെ ഒരു മോഡൽ എന്ന് തന്നെ പറയുന്നത് ഇറ്റ്സ് എ ട്രയാങ്കുലർ വൺ ഇല്ലേ? ഓൺ ദി അപ്പെക്സ് ലെവൽ ദർ ഈസ് ഗോഡ് ആൻഡ് ഗോഡ് ഈസ് ടേക്കിംഗ് ഡിസിഷൻ ആൻഡ് ഹീ ജോയിനിങ് ദ ഹസ്ബൻഡ് ആൻഡ് വിത്ത് ഹിസ് വൈഫ്. അപ്പോൾ 3 ഒരു ട്രയാങ്കുലർ ഷേപ്പാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, മലാഖിയിലും പറയുന്നുണ്ട് ഗോഡ് ഈസ് ദ മീഡിയേറ്റർ, ദൈവം മധ്യസ്ഥനാണ്. അപ്പോൾ നിങ്ങൾ ഓർത്തോളുക, നിങ്ങളുടെ എവിടെങ്കിലും യാത്ര ചെയ്യുമ്പോഴും നിങ്ങൾ ഭവനത്തിലായിരിക്കുമ്പോഴും നിങ്ങൾ കാണാത്ത ഒരാൾ നിങ്ങളോടൊപ്പം ഉണ്ട്. അതാരാ? അതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയും. നിങ്ങൾക്ക് അനുഭവപ്പെട്ടില്ലേ രഞ്ജിച്ച? ദൈവത്തിൻ്റെ ഏതെല്ലാം സ്റ്റേജുകളിൽ നമ്മൾക്ക് വഴി മുട്ടി നിൽക്കുന്ന സമയത്ത് വഴികാട്ടിയായിട്ട് ദൈവം വന്നിട്ടില്ലേ? ആലോചനകൾ നൽകിയിട്ടില്ലേ? അതുകൊണ്ട് ഒരു ട്രയൂൺ റിലേഷൻഷിപ്പായിട്ടാണ്. അതില്ലാത്തവനാണ് നേരെ വക്കീലിൻ്റെ അടുത്തോട്ട് പോകുന്നത്. പറഞ്ഞു, ഞങ്ങൾ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്യുമ്പോൾ പറയായിരുന്നു, ഒരു പ്രാർത്ഥനയുടെ മുമ്പിൽ തീരാവുന്ന വിഷയം ഒന്ന് കിടക്കാൻ പോകുന്നതിന് മുമ്പേ മനസ്സ് തുറന്നൊന്ന് സംസാരിച്ചാൽ തീരാവുന്ന വിഷയം കാശ് വാങ്ങിക്കാനിരിക്കുന്നതായിട്ടുള്ള വക്കീലന്മാരുടെ അടുത്തേക്ക് പോവുക. ഞാൻ ഒരിക്കലൊരു വക്കീലിനോട് തുറന്ന് ചോദിച്ചു, വക്കീലെ നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? അവൻ പറഞ്ഞു 2 ആൺപിള്ളേരും. അപ്പം ഞാൻ ചോദിച്ചു, അവർ പരാഗണത്തിലാണോ ജനിച്ചതെന്ന് ചോദിച്ചു. അച്ഛനെന്തോ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചത് നിങ്ങളോട് മനസ്സിലാക്കാൻ ചോദിക്കുകയാണ്, പരാഗണത്തിലാണോ ജനിച്ചതെന്ന് ചോദിച്ചു. കാരണം ചെറുക്കൻ പെണ്ണിനെ പീഡിപ്പിച്ചത്. ഞാൻ പറഞ്ഞു മനസ്സിലായി. അറിയാൻ വയ്യാതെ ഇന്ന് കാണുന്ന ഈ ഡൾ വീഡിയോസ്, മാർക്കറ്റിംഗ് കൊമേഴ്ഷ്യൽ ലെവലുള്ളതായ വീഡിയോസ് കണ്ടിട്ട് ആ തരത്തിൽ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിന് ശ്രമിക്കുന്നവൻ്റെ എല്ലാം അവസ്ഥ കട്ടപ്പോകയാണ്. പറയാൻ മനസ്സിലായോ? എനിക്കറിയാം, മോനെ പോലെ ബാഡ്മിൻ്റൻ്റെ ഒരു വലിയ സ്റ്റേറ്റ് പ്ലെയർ, അവൻ്റെ കുടുംബ ജീവിതത്തിൽ പറ്റിയ ഒരു പ്രയാസം, അവൻ്റെ ഡിവോഴ്സായിപ്പോയി. അവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പണി, അവൻ തുണി തേച്ച് വെച്ച് ഓഫീസിൽ പോകാനായിട്ട് തുണി തേച്ച് വെക്കുമ്പോൾ അവൾ എന്നിട്ട് അതെടുത്ത് തറയിലിട്ട് ചവിട്ടിയിട്ട് 2 തേപ്പങ്ങ് തേക്കും. അവൻ തേച്ച് വെച്ച്
അവൾ പറയുന്നു ഇവന് വേറെ ജീവിതം ഉണ്ടെന്നും പറഞ്ഞ് അവൾ അവിടെ കിടന്നു. അപ്പം നോക്കിയ മനുഷ്യർ തമ്മിൽ യാതൊരു വിധമായിട്ടുള്ള സ്വസ്ഥതയില്ലാത്ത ബന്ധങ്ങൾ. അവിടെ നമുക്കൊരു പ്രാർത്ഥനയ്ക്ക് മുൻപ് ഇല്ലേ, നിനക്ക് ദൈവസന്നിധിയിൽ ഒരു സാക്രിഫൈസ് അല്ലെങ്കിൽ ഒരു യാഗം അർപ്പിക്കാനായിട്ടുണ്ടെങ്കിൽ നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് നിനക്ക് തോന്നിയാൽ നീ പോയി അവനോട് നിരക്കണം. എന്നിട്ട് വന്ന് നിൻ്റെ പ്രാർത്ഥനകളെ കഴിക്കാനാണ് പറയുന്നതെങ്കിൽ ബിഫോർ എവറി ഫാമിലി പ്രെയർ യു ഹാവ് ടു സെറ്റിൽ വാട്ട് എവർ ദ ഇഷ്യൂസ് യു ഹാവ്. പറഞ്ഞ് മനസ്സിലായി? നിങ്ങൾക്ക് എന്തെല്ലാം ഇഷ്യൂസ് ഉണ്ടെങ്കിലും അത് അവിടെ തീരാനായിട്ട് സാധിക്കണം. ദാറ്റ് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി പ്രെയർ. മൂന്നാമതായിട്ട് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് സ്റ്റിക്ക് പോളിസി. കേട്ടിട്ടുണ്ടോ ബിഗ് സ്റ്റിക്ക് പോളിസി? കേട്ടിട്ടില്ല. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന തിയോഡോർ റൂസ്വെൽറ്റ് എന്ന് പറയുന്ന ആൾ ഗ്രേറ്റ് ഡിപ്രഷന് ശേഷം ആഫ്റ്റർ ദി ഫസ്റ്റ് വേൾഡ് വാർ അദ്ദേഹം കൊണ്ടുവന്നതായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ പോളിസിയുടെ പേരാണ് ബിഗ് സ്റ്റിക്ക് പോളിസി എന്ന് പറയും. അപ്പോൾ ബിഗ് സ്റ്റിക്ക് പോളിസി എന്ന് പറയുന്ന മാരേജിൻ്റെ അനുഭവത്തിൽ ബിഗ് സ്റ്റിക്ക് പോളിസി എന്ന് പറഞ്ഞാൽ എന്തുവാ? അവർ ഇനി രണ്ടല്ല ഒന്നായിത്തീരും. അവരിനി രണ്ടല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് എങ്ങനെ ഒന്നായിത്തീരുന്നേ? ഞാൻ എൻ്റെ കയ്യിലൊരു പേനയാണ്. ഈ പേന ഇതെത്ര ഉണ്ട്? എത്ര ഉണ്ട്? ഒന്ന് ഇല്ലേ? ഇനി ഇത് ഭർത്താവാണെന്ന് വിചാരിക്കുക. ഇനി ഇതെന്തുവാ? ഇതൊരു സിംഗിൾ പീസ്. ഞാനിത് ഇങ്ങനെ വെച്ചാൽ എത്രയായി ഇല്ലേ? ഇതൊരു സ്റ്റിക്കില്ലാത്തതുകൊണ്ട് വേറൊരു പേന ഇല്ലാത്തതുകൊണ്ടാണ് കാണിക്കുന്നത്. ഒന്നായി മാറി. അതേസമയം ഇങ്ങനെ വെച്ചാലോ? അതായത് അക്കോർഡിംഗ് ടു മാത്തമാറ്റിക്സ് 1 + 1 is 2. But according to the principle of God, according to book of Ezekiel chapter 37, it is 1 + 1 is 1. Is a bigger one. അതാണ് ബിഗ് സ്റ്റിക്ക് ഫാമിലി സ്റ്റൈൽ എന്ന് പറയും. പറഞ്ഞ് മനസ്സിലായോ? ഒന്നിനേക്കാളും വലുതല്ല. പറഞ്ഞ് മനസ്സിലായോ? ഒന്നും ചേർത്താൽ രണ്ടല്ല. എന്താ മാമി ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നില്ലയോ? വല്ലപ്പോഴും വേദപുസ്തകം വായിക്കണം. ഇതൊക്കെ ഉണ്ട് ഇതിനകത്തുണ്ട്. ഈ കിതാബിനകത്ത് ഇതെല്ലാം ഉണ്ട്. വേദപുസ്തകത്തിനകത്തുണ്ട്. എസ്കെൽ ഉടനെ അമ്മാമ്മയെ നോക്കുന്നു. ഞാൻ നിങ്ങളൊക്കെ ഒന്ന് ഉണരാൻ വേണ്ടി നിങ്ങളില്ലേ ഇമാതിരി സ്റ്റണ്ടായിട്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഉടനെ ഇങ്ങോട്ട് നോക്കും. ഈ അച്ഛൻ എങ്ങനെ അറിയാം ഈ അമ്മാമ്മ വേദപുസ്തകം വായിക്കത്തില്ലെന്ന്? ഇല്ലയോ? നിങ്ങളൊക്കെ വിചാരിച്ചില്ലേ? അപ്പോൾ സാറ് അപ്പം നോക്കിയ റെന്നെ ഇതെങ്ങനെയാ? നാളെ തിരുമേനി പറയും ആകയാൽ അവർ ഇനി രണ്ടല്ല ഒരു one body, not as a one flesh. According to Bible, the flesh and body are two things. പറഞ്ഞ മനസ്സിലായോ? ഞാൻ പറഞ്ഞ വല്ലതും മനസ്സിലായോ? അതായത് ഈ ബോഡി എന്ന് പറയുന്നത് ഒരു ഡിഫറെൻ്റ് എക്സിസ്റ്റൻസാണ്. എന്നാൽ അക്കോർഡിംഗ് ടു ബൈബിൾ ബോഡി എന്ന് പറയുന്നത് അത് നമ്മളുടെ ഒരു എന്നാ പറയുന്നത് മിസ്റ്റിക്കൽ റിലേഷൻഷിപ്പ്. നിങ്ങൾ രണ്ട് സെപ്പറേറ്റ് എൻറ്റിറ്റി ആണെങ്കിലും ഫാമിലി ലൈഫിൽ വരുമ്പോൾ എന്തായിട്ടാണ്? ഇറ്റ്സ് എ മിസ്റ്റിക്കൽ യൂണിയൻ. ആ മിസ്റ്റിക്കൽ യൂണിയൻ്റെ എക്സ്പ്ലനേഷനാണ് ഞാൻ ഈ പറഞ്ഞ്. ഇറ്റ്സ് എ ബിഗർ വൺ, എ ബിഗ് സ്റ്റിക്ക് പോളിസി ആൻഡ് എ ബിഗ് സ്റ്റിക്ക് റിലേഷൻഷിപ്പ്. മനസ്സിലായോ? ഇത്രയും നാളും കെട്ടിയതിൻ്റെ കൂടെ ചോദിച്ചിട്ട് ഇതുവല്ലോ മനസ്സിലായോ? മനസ്സിലായില്ല? ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ 3 കാര്യം പറഞ്ഞു. ഒന്ന്, ഇറ്റ്സ് എ ഗിഫ്റ്റ്. ലിൻഡ ഇസ് എ ഗിഫ്റ്റ് ഇല്ലേ? എപ്പോഴും പറയണം ലിൻഡ ഇസ് എ ഗിഫ്റ്റ് ദാറ്റ് വാസ് ഗിവൺ ബൈ ഗോഡ് ടു മീ ഇല്ലേ? ടു കീപ് ഇറ്റ് ആസ് എ ഫ്രജൈൽ തിങ് ആൻഡ് ഹാൻഡിൽ വിത്ത് കെയർ. രണ്ടാമത്തെ കാര്യം ഇതാണ് പറഞ്ഞേ. ആൻഡ് ഫ്രം ദിസ് മൊമെൻറ്റ് ഓൺവേർഡ്സ് I am elevated to the position of a God and I am equally in that covenant with my wife and God. പറഞ്ഞു മനസ്സിലായോ? ഞാൻ എൻ്റെ ഒരു സാധാരണ ബന്ധമല്ല, ഒരു കവനൻ്റൽ ബന്ധത്തിലോട്ട്, ലിവിങ് ടുഗദർ അല്ല, കോൺട്രാക്റ്റ് അല്ല, അതുക്കു മേലെ ഒരു ബന്ധമാണ്. അതാണ് വിശുദ്ധ വേദപുസ്തകം പറഞ്ഞ് നീയും നിൻ്റെ ഭാര്യയും തമ്മിൽ വേർപിരിയാൻ പാടില്ല, കാരണം ഗോഡ് ഹാസ് യുണൈറ്റഡ് ടു യു ഇല്ലേ എന്ന് പറഞ്ഞത്. മൂന്നാമത് അവനെ ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇതൊക്കെ ഇച്ചിരി ഉഴപ്പല്ലേ? അപ്പോൾ ഈ കാര്യത്തിൽ നീ ഇത് കഴിയുമ്പോൾ ഒന്ന് പറഞ്ഞു കൊടുക്കണം. You don't understand what I said? You have to teach him what Achan said. Okay. അവരെ ഒന്ന് ഉണർത്താൻ അവനും കൂടെ കൺഫ്യൂസ്ഡ് ആയിപ്പോൾ. ഓക്കെ, തേർഡ് വൺ ഇസ് എ ബിഗ് സ്റ്റിക്ക് ആൻഡ് എ മിസ്റ്റിക്കൽ യൂണിയൻ. ഓക്കെ, മനസ്സിലായോ? ഇറ്റ്സ് എ ബിഗർ റിലേഷൻഷിപ്പ് ആൻഡ് ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. ഇത് റെന്നിനോട് മാത്രമല്ല പറഞ്ഞ് ഇവിടെ ഇരിക്കുന്ന അച്ചായന്മാരോടും ആൻറ്റിമാരോടും നോട്ട് എറ്റ് മാരീഡ് യങ് ഗൈസിനോടും കൂടെയാണ് പറഞ്ഞത് കേട്ടോ. നിങ്ങൾക്കെല്ലാം ഇതൊരു
മോഡലായിരിക്കട്ടെ. ദൈവം നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും അനുഗ്രഹകരമാക്കി തീർക്കട്ടെ. നിങ്ങളുടെ നാളത്തെ വിവാഹം മംഗളകരമായി നടക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ആശംസകൾ പറയാനായിട്ട് താല്പര്യപ്പെടുന്നുവെങ്കിൽ ഷോർട്ട് വേർഡ്സിൽ അവർക്ക് ഗ്രീറ്റിംഗ്സ് പറയാനായിട്ടുള്ള അവസരമുണ്ട്. ബഹുമാന്യരായ വൈദികരെ, കൂടി വന്നിരിക്കുന്ന റെന്നിൻ്റെയും റെഞ്ചിയുടെയും ഫാമിലി മെമ്പേഴ്സ്, ഇടവകക്കാർ, എല്ലാവർക്കും എൻ്റെ വന്ദനം. ആരെങ്കിലും പ്രായമുള്ളവർ വന്ന് പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. ഇപ്പം പ്രായമുള്ളവരാരും ഇല്ല. 70-75 കഴിഞ്ഞവരും ഡൈയെ നിൽക്കായതുകൊണ്ട് പ്രായമുള്ളവരാരാന്ന് അറിയത്തില്ല. അച്ഛൻ നോക്കിയപ്പോൾ എന്നെ കണ്ടുള്ളൂ. എന്നെയും നമ്മുടെ റെഞ്ചിയും മാത്രമേ പ്രായമായിട്ടുള്ളതായി കാണും. ഞങ്ങളെക്കാൾ പ്രായമുള്ളവർ ഒത്തിരി പേരുണ്ട് ഇവിടെ. ഞാൻ എന്താണ് ഉപദേശം നൽകേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണമല്ലോ പറയാൻ. എൻ്റെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണം പറയാൻ. അങ്ങനെ ഒരു അനുഭവം എനിക്ക് പറയുവാൻ പ്രത്യേകമായിട്ടില്ല. ഞങ്ങൾ പരസ്പര ഇപ്പം അച്ഛൻ പറഞ്ഞ പോലെ വിവാഹ വാർഷികം ഞാൻ ഓർക്കാറില്ല. മോള് പലപ്പോഴും ഫോണിൽ വിളിക്കുമ്പോഴാണ് ആ കാര്യം ഓർക്കാറുള്ളത്. അതൊരു പക്ഷേ എൻ്റെ സാമൂഹ്യമായ ജീവിതക്രമത്തിൽ വന്നിരിക്കുന്ന ആ ഒരു ചുറ്റുപാട് കൊണ്ടായിരിക്കാം അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല. പിന്നെ ഇപ്പം നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടെ കിടപ്പുള്ളത് കൊണ്ട് പലപ്പോഴും എന്നെ ഓർമ്മിപ്പിക്കുന്നത് ഈ ഫേസ്ബുക്കിൽ കൂടെ വരുന്ന ബർത്ത്ഡേ ഗ്രീറ്റിങ്സാണ്. ആ ഒരു അനുഭവത്തിൽ കൂടെ മാത്രമേ ഓർക്കാറുള്ളൂ. ഏതായാലും വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ റെന്നിനെ സംബന്ധിച്ചിടത്തോളം അവന് നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ഉണ്ട്. അവൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു വൈദികനായിരുന്നു. അങ്ങനെയുള്ള ആ ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നു വന്ന് റെഞ്ചിയുടെ ഉപദേശപ്രകാരം വത്സമ്മയുടെയൊക്കെ ഉപദേശം കൊണ്ട് നല്ല രീതിയിൽ ഒരു ക്രിസ്തീയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ റെന്നിന് കഴിഞ്ഞു. സാധാരണക്കാരായ ചെറുപ്പക്കാർക്കുള്ള ഒരു ദുശീലങ്ങളും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് എന്ന് എനിക്ക് സാക്ഷ്യം പറയുവാൻ കഴിയും. വളരെ മാതൃകാപരമായി ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. തീർച്ചയായും അവൻ്റെ ജീവിതം വളരെ സുഖകരമായി മുമ്പോട്ട് പോകുവാൻ ആ ബാക്ക്ഗ്രൗണ്ട് അവനെ സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാമൂഹ്യ പ്രവർത്തകയായ രാഷ്ട്രീയക്കാരിയായ വത്സയും ഉണ്ട്. അപ്പം ആത്മീയവും ലൗകികവും രാഷ്ട്രീയവും എല്ലാം കൂടെ ചേർന്ന് അതിൻ്റെ ഒരു മിശ്രിതമാണ് റെന്നിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും പരാജയം വരില്ല. റെന്നിന് എല്ലാവിധമായ വിവാഹ മംഗള ആശംസകളും നേരുന്നു. നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. രഞ്ജി അച്ഛനോട് പറഞ്ഞു തകർക്കണമെന്ന്. അച്ഛൻ തകർത്തു. പിന്നെ റെന്നിനോട് ഞാനും കുറേ നാളുകളായിട്ട് പറയുന്നുണ്ട്. കാര്യം റെൻ എൻ്റെ കൂടെ ആയിരുന്നു കാനഡയിൽ. അതെ അതെ. അപ്പം റെന്ന് ലിൻഡയെ കാണുന്ന സമയം മുതൽ അതിന് മുമ്പ് മുതൽ ഞാൻ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഓർത്തിരിക്കണം. അതൊന്നും ഇപ്പോൾ പറയുന്നില്ല. പിന്നെ മോനെ, വിവാഹ ജീവിതത്തിൽ തുടങ്ങുന്നുണ്ട് ദൈവത്തോടു കൂടെ തുടങ്ങണം. അതിന് വേണം പ്രാർത്ഥന എല്ലാ ദിവസവും വേണം. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിശ്വാസം, ആ വിശ്വാസത്തിന് ഒരു കോട്ടവും ഒരു കാരണവശാലും വരരുത്. എന്തെങ്കിലും വന്നാൽ അത് അന്ന് തന്നെ തീർക്കണം. പക്ഷേങ്കിൽ ഇതിൻ്റെ എല്ലാം മൂലമായിട്ടുള്ള കാര്യം ദൈവത്തോടു കൂടിയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ സക്സസ്. ഓക്കെ, താങ്ക് യു. ബഹുമാന്യ അച്ഛന്മാർ, കടന്നു വന്നിരിക്കുന്ന എല്ലാ റിലേഷൻസും ഇതിൻ്റെ ചുറ്റുപാടും ഉള്ളവരും സ്നേഹിതരുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ ആദ്യം ഓർപ്പിക്കുകയാണ്. റെഞ്ചി രണ്ടുപേര് പറഞ്ഞപ്പോൾ മൂന്നാമത് എന്നെ കൂടെ നോക്കി ഞാനും പറയണമെന്ന് പറഞ്ഞ് 2 വാക്ക്. അച്ഛൻ പറഞ്ഞതിലപ്പുറത്ത് ഇപ്പം പ്രത്യേകിച്ചൊന്നും നമുക്ക് കേൾക്കാനില്ല. അത് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ല നിലയിൽ തന്നെ മുൻപോട്ടുള്ള കുടുംബജീവിതത്തെ നയിച്ചുകൊണ്ട് പോകുവാൻ കഴിയും.
എങ്കിലും എനിക്ക് ഓർമ്മയിൽ വന്ന 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പെട്ടെന്ന് ഞാനും ഇരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. കുടുംബജീവിതത്തിൽ മാതാപിതാക്കളെക്കാൾ കൂടുതൽ എപ്പോഴും കൂടെ കാണേണ്ടത് ദൈവമാണ്. മാതാപിതാക്കൾ തീർച്ചയായിട്ടും എല്ലാ സപ്പോർട്ടും തരും. എന്നാൽ വഴിയിൽ ചിലപ്പോൾ നമുക്കൊരു ഗ്ലാസ് വെള്ളം കിട്ടാനുള്ള ചാൻസ് ഇല്ലാതെ വരുമ്പോഴും ദൈവം അതിനുള്ള മുഖാന്തരങ്ങൾ ഒരുക്കി അവിടെ എത്തിക്കുവാനിടയാകും. അതുകൊണ്ട് ദൈവത്തെ മറക്കാതെ ഏതൊരു കാര്യത്തിൽ ഇടപെട്ടാലും മുന്നിൽ നിർത്തി ജീവിതത്തിൽ ഒരു വ്യക്തി യാത്ര ചെയ്താൽ ഒരിക്കലും തളർന്നു പോകുവാനോ ക്ഷീണിച്ചു പോകുവാനോ വഴിവിട്ടു പോകുവാനോ ഇടയാകത്തില്ല. അതുകൊണ്ട് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ഒരിക്കൽ പോലും മറ്റാരെ കണ്ടാലും അവരുടെ കൂടെ പോയി ദൈവത്തിന് കൊടുക്കേണ്ട സമയം കളയരുത്. പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ ഈ നാളുകളിൽ നമ്മുടെ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളത് സൺഡേ ദിവസങ്ങളിലാണ്. പള്ളിയിൽ പോകുന്നത് മുടക്കിയിട്ട് പോകുന്നത് ആർക്കും ഒരു പ്രയാസമല്ല. ഈ റെന്നും പല ദിവസങ്ങളിലൂടെ വന്നു കഴിഞ്ഞ് യാത്രയിലായിരുന്നു. നാളെ പോകുമോ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കണം. നാളെ ഇവിടെ തന്നെ കാണും, പള്ളിയിൽ തന്നെ കാണും. തുടക്കം മുതൽ അവസാനം വരെ ഇവിടെ കാണും, ആ പള്ളിക്കകത്ത് കാണും. അതുമാത്രം പോരാ, അതൊരു വിവാഹത്തോടുള്ള ബന്ധത്തിലാണ്. അതിനപ്പുറത്ത് നമ്മളെ ജനിക്കുന്നതിന് മുമ്പ് തൊട്ട് കരുതിയ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ പിന്തുടർന്ന് പോകണമെന്നുള്ളതാണ്. രണ്ടാമത് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, കോമണായിട്ട് നമ്മുടെ ഈ ലോകത്ത് കണ്ടുവരുന്ന പല കാര്യങ്ങൾ, നമ്മൾ കുടുംബജീവിതത്തിൽ ഒരു തേർഡ് പേഴ്സൺ പറയുന്ന വാക്കുകൾക്ക് പൂർണ്ണമായിട്ട് നമ്മൾ എപ്പോഴും ചെവി കൊടുക്കരുത്. അതിനകത്ത് നെഗറ്റീവ് വേർഡ്സ് പലപ്പോഴും കടന്നു വരും. അത് മനുഷ്യർക്ക് വലിയ ഇഷ്ടമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്നത്. അതുകൊണ്ട് അത് കേട്ടിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഒരിക്കലും എടുക്കരുത്. അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് അതാവശ്യമെങ്കിൽ മാത്രം, അല്ല എങ്കിൽ ആ രാത്രി കൊണ്ട് തന്നെ ആ വിഷയത്തെ വിട്ടുകളഞ്ഞ് പുതിയ ഒരു ജീവിതം നെക്സ്റ്റ് ഡേയിൽ രാവിലെ തുടങ്ങത്തക്കവണ്ണം കിടന്നുറങ്ങുന്നെങ്കിൽ കുടുംബജീവിതം സക്സസ് ആകും, ഒരിക്കലും ഫെയിലാകത്തില്ല. അതിനുള്ള എല്ലാ മംഗളാശംസകളും ഞാനും നേർന്നുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. സമയം അനുവദിച്ച എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ആദരണീയരായ അച്ഛന്മാരെ, അതുപോലെ തന്നെ രഞ്ജിയുടെ കുടുംബ അംഗങ്ങളെ, റെന്നെ, വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ അച്ഛൻ ഒരു കുടുംബജീവിതം എങ്ങനെ പോകണം എന്നുള്ളതിനെ പറ്റി ചർച്ച ചെയ്യുകയുണ്ടായി. ഈ ചർച്ച ചെയ്യുന്ന കാര്യം നമ്മളിത് മുഴുവൻ ഇവിടെ കേട്ടെങ്കിലും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, ഈ റെന്നെന്ന് പറയുന്ന ഒരു വ്യക്തി ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പാക്കാനും കെൽപ്പുള്ള ഒരു വ്യക്തിയാണ്. കാരണം വെച്ചാൽ വളരെ നാൾ തൊട്ട്, ചെറുപ്പത്തിൽ തൊട്ട് എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരിക്കലും ഒരു കുടുംബജീവിതം എന്ന് മാത്രമല്ല, ജീവിതം തന്നെ ഒരു കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകാനുള്ള മനഃശക്തി നിങ്ങൾക്കുണ്ട്. അത് കളയാതെ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ. പിന്നെ നമ്മൾ ചില കാര്യങ്ങൾ ആലോചിക്കണം. ജീവിതത്തിൽ പല കാര്യങ്ങളും പല വിഷമഘട്ടങ്ങളിലും ഒക്കെ ഉണ്ടാകും. സന്തോഷവും ദുഃഖവും അതുപോലെ തന്നെ അങ്ങനെയുള്ള പല ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വരും. മനസ്സാന്നിധ്യത്തും നമ്മൾ കൈവിടരുത്. അത് മാത്രമല്ല, ചില അവസരങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മൾ ശരിയാണേലും തെറ്റാണേലും മനസ്സുകൊണ്ട് തെറ്റാണെന്നും കരുതിയാൽ പോലും ചില കാര്യങ്ങൾ നമ്മൾ അത് പ്രതികരിക്കാതിരിക്കുന്നതായിരിക്കും ജീവിതത്തിന് ഏറ്റവും നല്ല കാര്യം. നമ്മൾ ശരി മാത്രമേ അംഗീകരിക്കുകയുള്ളൂ, തെറ്റ് അംഗീകരിക്കുകയില്ല. ചില സാഹചര്യങ്ങൾ നമ്മുടെ ചില സാഹചര്യത്തിൽ തെറ്റെന്ന് തോന്നുന്നത് വേറെ പലരുടെ ആൾക്കാരുടെ മുമ്പിൽ അത് ശരിയായിരിക്കാം. അപ്പം ചില കാര്യങ്ങൾ നമ്മളത് കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കേണ്ട സാഹചര്യം ഉണ്ടാവും. അത് ജീവിതത്തിലൊരു വിജയത്തിൻ്റെ ഒരു വലിയൊരു പടിയാണ്. തീർച്ചയായിട്ടും നാളെ ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കുന്ന റെന്നിന് നമുക്കറിയാം, വിദേശത്താണ് ജോലി. 2 പേർക്കും നല്ല ഒരു കുടുംബജീവിതം ഉണ്ടാകാനുള്ള സൗഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുകയാണ്. വന്യ വൈദികരെ,
വന്നു ചേർന്നിരിക്കുന്ന ഏവരുമേ, എല്ലാവരും പറഞ്ഞപ്പോൾ 2 വാക്ക് ഞാനും കൂടെ ഒന്ന് പറഞ്ഞാലോ എന്നൊന്ന് അന്ന് തോന്നി. അപ്പം അച്ഛനോട് എനിക്ക് പറയാനുള്ള, അച്ഛാ, ഒരു മാസത്തിൽ 4 ഞായറുണ്ടല്ലോ, ഓരോ ഞായർ ഇങ്ങനെ ഒന്ന് പറയാനായിട്ട് ഉപയോഗിച്ചാൽ നല്ലതാണ്. അങ്ങ് മറന്നു പോകും. 10-35 വർഷമാകുമ്പോഴേ നമ്മൾ കേട്ടതൊക്കെ. അന്ന് നമ്മൾ ആകെ കേട്ടത് ഇളം കാറ്റത്ത് കൊണ്ടുപോകുമെന്നൊക്കെയാണ്. ചെന്നപ്പോഴാണ് അറിഞ്ഞ കൊടുങ്കാറ്റായിരുന്നെന്ന്. അപ്പം അതൊന്ന് ഓർമ്മിപ്പിച്ച് കൊടുത്താൽ നല്ലതാണ്. ഞാൻ പറഞ്ഞത്, ഞാൻ അടുത്ത സമയത്ത് വായിച്ചതില്ല, ഒരു കോട്ട് ഇങ്ങനെയാണ്: വൈഫ് എന്ന് പറഞ്ഞാൽ വെറി ഈസ് ഇൻവൈറ്റഡ് ഫോർ എവർ എന്നാണ് അതിന് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ. ഞാനത് ഒരുപാട് പ്രാവശ്യം തിരിച്ചും മറിച്ചും ഞാൻ വായിച്ചു നോക്കി. എത്ര കറക്റ്റ് ആണെന്ന് എനിക്കും തോന്നി, എന്നെക്കുറിച്ച് തന്നെ. വെറി ഈസ് ഇൻവൈറ്റഡ് ഫോർ എവർ. തികച്ചും സ്ത്രീവിരുദ്ധമാണ്. അങ്ങനെയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്, എന്താ, ഒരു സ്യൂട്ടബിൾ ഹെൽപ്പറിനെയാണ് ഞാൻ നിനക്ക് തന്നത്. ഇവിടെ സ്ത്രീപക്ഷക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് എതിർക്കരുത്, നിങ്ങൾ ആ ഭാഗം ചൊവ്വിന് വായിക്കണം. നിനക്ക് തന്നിരിക്കുന്നത് സ്യൂട്ടബിൾ ഹെൽപ്പർ എന്നാണ്. ഇന്ന് പക്ഷേ സ്ത്രീകൾ പറയുന്നത് ആരാണ് കൂടുതൽ, ആരാണ് കുറവ്, ഇതിൻ്റെ ഒന്നും സ്ഥലമില്ല. വീടിൻ്റെ വിളക്കെന്ന് പറയുന്നത് സ്ത്രീ തന്നെയാണ്. ആരും താത്ത് കെട്ടിയിട്ടില്ല, പക്ഷെ നമ്മൾ അതിനങ്ങ് അപ്പുറത്തേക്ക് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ വിഷയങ്ങൾ ഇതൊന്നുമല്ല. 3 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു: കെയറിങ്, ഷെയറിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഈ 3 ഘടകങ്ങൾ നമ്മുടെ ഫാമിലി ലൈഫിൽ ഉണ്ടെങ്കിൽ ഫാമിലി ലൈഫ് വിജയിക്കും. അതുകൊണ്ട് എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, അപ്പനെയും അമ്മയും വിട്ട് പിരിഞ്ഞ് റെന്നിനോട് ചേരുന്ന ആളാണ് ലിൻഡ. എല്ലാത്തിനും കെയർ ചെയ്യണോ കെയർ ചെയ്യണ്ടായെന്നൊന്നുമല്ല എൻ്റെ അഭിപ്രായം. എങ്കിലും അച്ഛൻ പറഞ്ഞ പോലെ കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ത് ചെയ്യുന്നെങ്കിലും ഒന്ന് നോക്കണം. ഇത് രാവിലെ ലണ്ടനിൽ, ഉച്ചയ്ക്ക് അമേരിക്കയിൽ, വൈകിട്ട് വേറൊരു സ്ഥലത്ത് അങ്ങനെ ഓടുകയാണെങ്കിൽ ഇതൊരു ടോയ് പോലെ വീട്ടിൽ കൊണ്ട് വെക്കരുത്. എന്ത് ചെയ്യുന്നെങ്കിലും ഒന്ന് ഒന്നും വേണ്ട, സാമ്പാറിന് ഉപ്പ് കൊണ്ട് ഇറക്കാൻ വയ്യാലും നല്ല സാമ്പാറായിരുന്നു എന്നൊന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾ സ്ത്രീകൾക്കുള്ളൊരു വലിയ പ്രത്യേകത അതൊന്ന് പറഞ്ഞാൽ മതി. ഒന്നുമില്ല മനുഷ്യ, നിങ്ങൾ അഴുക്കാന്നോ നല്ലതാണോ എന്നെങ്കിലും ഒന്ന് പറ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതൊന്ന് പറയുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ സംഭവങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ വിജയിക്കും. സംസാരങ്ങൾ കുറഞ്ഞു തുടങ്ങുന്ന ബന്ധങ്ങളിലാണ് വിള്ളൽ വരുന്നത്. എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത്? അയ്യോ, ഞാൻ അങ്ങേരോട് പറയാൻ ചെന്നാൽ അങ്ങേരിപ്പോൾ എൻ്റെ തലയടിച്ച് പറിക്കും. ആ ഒരു മനുഷ്യനോട് ഒഴികെ വേറെ ആരോട് വേണേലും ഞാൻ സംസാരിക്കാം. സ്ത്രീകളുടെ റീഡിങ്ങാണ്. അപ്പം സംസാരിക്കാൻ മുഖ്യധാരയിൽ എത്തുക. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ കൂടെ വന്നു. അന്ന് മുതലുള്ളത്, നാളെ മുതലുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. അണ്ടർസ്റ്റാൻഡിങ്. തേർഡ് പാർട്ടിക്ക് ഇടപെടാൻ നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കും. തേർഡ് പാർട്ടി ഇല്ല അവിടെ. നമ്മളും ദൈവവും. ഉപ്പിരിച്ചരട് വേഗത്തിലറ്റു പോകുകയില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് പേരൻസിനോടാണ്. നമ്മുടെ കുഞ്ഞിന്, നമ്മുടെ വീട്ടിലോട്ടാണ് വരുന്നത്, നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നികത്തേണ്ടത്, അറിഞ്ഞ് നികത്തേണ്ടത് സ്വന്തം വീട്ടിൽ, ഈ വരുന്ന വീട്ടിലെ പേരൻസാണ്. അല്ലാതെ പേരൻസിന് മക്കളുടെ ജീവിതത്തിൽ യാതൊരു റോളുമില്ല. റെൻ പോടാ, ലിൻഡ ഇവിടെ നിൽക്കുക, ലിൻഡ പോ, റെൻ ഇവിടെ നിൽക്കുക, ഇതൊന്നും കമാൻഡ് ചെയ്യേണ്ടവരല്ല പേരൻസ്. പേരൻസിന് യാതൊരു റോളുമില്ല. വളർത്തി വലുതാക്കി അവരെ ഒരു കുടുംബമാക്കി കൈ കൊടുത്തു. ഇന്ന് എനിക്ക് തോന്നുന്നു വിവാഹമോചനത്തിൽ 80% എടുത്താലും പേരൻസിൻ്റെ അതിപ്രസരമുണ്ട്, ഇടപെടലിൻ്റെ അതിപ്രസരമുണ്ട് അതിനകത്ത്. നമുക്കതിൻ്റെ റോള് കഴിഞ്ഞു. രാത്രി പോകണോ, പകൽ പോകണോ, രാവിലെ പോകണോ, ഇതൊന്നും നമ്മുടെ അഭിപ്രായങ്ങൾ അല്ല. നമ്മളിതെന്താ അഭിപ്രായ കമ്മിറ്റി ചെയർമാനാണോ? ഒന്നും അല്ലല്ലോ. നമ്മൾ യാതൊരു അഭിപ്രായവും പറയരുത്. അവരുടെ ജീവിതം അവർക്ക് ജീവിക്കാൻ വിടുക. നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ അവിടെ പോരായ്മകളുണ്ടോ എന്ന് തോന്നിയാൽ വിളക്ക് കത്തിച്ച് വെച്ചതുപോലെ രഹസ്യത്തിൽ അത് പരിഹരിക്കുക എന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് പേരൻസ് ഇടപെടാൻ പോകരുത്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് 32 വർഷം അധ്യാപികയായിട്ടിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളുമായിട്ട് ഇടപെട്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പേരൻസ് അമ്മ വരുന്ന ഉടനെ ആദ്യം അമ്മ വരും, അമ്മ വന്നിട്ട് പോകുന്ന ഉടനെ അമ്മച്ചി വരും. അമ്മച്ചിയാണ് പറയുന്നത്, ടീച്ചറെ അവൾ ശരിയല്ല. ആരാ? അമ്മച്ചിയുടെ മരുമോള്. അപ്പോൾ അമ്മച്ചിയുടെ മോൻ എന്ത് ചെയ്യേ? ഓ, അവനെക്കുറിച്ചൊന്നും പറയണ്ട, അവൻ ഒരാഴ്ചയായി വന്നിട്ട് അവിടെ കാണ്ട് ജോലിക്ക് പോയതാ. ശരിയല്ല ടീച്ചറെ, അവൻ കുടിയുമൊക്കെയാ. പക്ഷേ അമ്മച്ചിക്ക് ഇപ്പോഴും ദോഷമാരാ? ഈ മരുമോള്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ കാണരുത്.
നമ്മൾ അഭിപ്രായം പറയേണ്ടിയവരല്ല. കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുക. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പദമാണല്ലോ ചേർത്ത് നിർത്തുക. സഭയോട് ചേർത്ത് നിർത്തുക, വീടിനോട് ചേർത്ത് നിർത്തുക. അത് ഏറ്റവും എപ്പോഴും ഓർമ്മിക്കേണ്ട പദമാണ് എന്ന് പറഞ്ഞ് റെന്നെ ഇത് വലിയ കടിച്ചാൽ പൊട്ടാത്ത സംഗതികളോ ഒന്നുമല്ല. ബി.എഡിൻ്റെ കോഴ്സ് പോലാണെന്ന് ഞാൻ എപ്പോഴും ഓർക്കും. ഇവിടെ ബി.എഡ് കഴിഞ്ഞവരൊക്കെ ഉണ്ടല്ലോ. ബി.എഡിന് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു വിടും. ക്ലാസ്സിൽ ചെന്നാൽ ഉടനെ മുന്നറിവ് പരിശോധിച്ചോണം, പ്രീവിയസ് നോളജ് പരിശോധിക്കണം. അപ്പം ജനഗണമന എഴുതിയത് ആരാണെന്ന് ആ കുട്ടി പറയണം, പറഞ്ഞിട്ട് വേണം എനിക്ക് തുടങ്ങാൻ. അപ്പോൾ ഇവൻ ജനഗണമന എഴുതിയത് ആരാന്ന് ചോദിച്ചിട്ട് കാളിദാസൻ എന്നാണ് പറയും. പിന്നെ നമ്മൾ എങ്ങനെ ഇവനെ അങ്ങോട്ട് കൊണ്ടുചെല്ലും എന്ന് പറഞ്ഞ പോലെ ബി.എഡിൻ്റെ കോഴ്സ് ഒരുപാട് സിലബസ് പഠിപ്പിച്ചു വിടും. ഇതൊന്നും പ്രാക്ടിക്കലല്ല ക്ലാസ്സിൽ ചെല്ലും എന്ന് പറഞ്ഞാൽ അച്ഛൻ ഒത്തിരിയൊക്കെ പറയും. നാളെ അതെല്ലാം കേൾക്കും. അതിൻ്റെ സംഗ്രഹം മാത്രം ഗ്രഹിക്കുക. ഇതൊരു ലോജിക്കാണ്. റോഡിൽ കൂടെ ഓപ്പോസിറ്റിൽ ഇങ്ങോട്ടും അങ്ങോട്ടും വണ്ടി പോകുന്നത് പോലെയുള്ളൊരു ലോജിക്കാണ്. ആ ലോജിക്കിൽ കൂടെ പോവുക. എല്ലാവരും ഗാലറിയിലേ ഇരുത്താവൂ. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായിട്ട് ആദ്യമേ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഞാനിവിടെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കഴിഞ്ഞു പോയവരെയാണ് ഞാൻ എൻ്റെ ഓർമ്മയിൽ വരുന്നത്. ഞങ്ങളുടെ പിതാക്കന്മാരും ഞങ്ങളുടെ അമ്മമാരും അവരെയാണ് എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ വരുന്നത്. അവരുടെയൊക്കെ ജീവിതം എത്ര മാതൃകാപരമായിരുന്നു എന്നുള്ളത് ഞാൻ ഓർക്കുകയായിരുന്നു. അവരൊന്നും ഒത്തിരി റിസർച്ച് നടത്തിയൊന്നും പഠിച്ച കാര്യങ്ങളല്ല. പക്ഷേ അവരുടെ ജീവിതത്തിൽ അവരങ്ങേയറ്റം എത്ര മാതൃകാപരമായിട്ടും അവരുടെ അറിവെന്ന് പറയുന്നത് ഞാനിപ്പോഴിരുന്ന് ചിന്തിക്കും. ഈ പ്രായമായപ്പോൾ ഞാൻ ചിന്തിക്കും അവരുടെ അറിവ് ഇന്നുള്ള പണ്ഡിതന്മാരെക്കാളൊക്കെ എത്ര കൂടിയ അറിവായിരുന്നു അവർക്കുണ്ടായിരുന്നതെന്ന്. അപ്പോൾ ആ അറിവിലൂടെ ഞങ്ങൾക്ക് പകർന്നു തന്ന, ഞങ്ങളുടെ കൊച്ചുമക്കൾക്ക് പകർന്നു തന്ന ആ നല്ല സ്നേഹത്തെ, നല്ല മാതൃകയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക ചെയ്യുന്നത്. എൻ്റെ സഹോദരിയുടെ കൊച്ചുമകനാണ് റെന്ന്. കുഞ്ഞമാം റെന്നിൻ്റെ വല്യമ്മച്ചിയാണെങ്കിലും അതുപോലെ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗ്രാൻഡ് ഫാദർ, മോൻ്റെ ഫാദറിൻ്റെ ഗ്രാൻഡ് മദർ, അവരൊക്കെ എന്ന് പറയുന്ന അവരുടെ ജീവിതം എത്ര അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു എന്ന് ഞാൻ ഓർക്കും. അവർ ഇപ്പോഴും തല നരച്ചെങ്കിലും ഇപ്പോഴും എല്ലാവർക്കും റെഞ്ചുമോനാണ്. അവനെ കൊച്ചു കുഞ്ഞിനെ പോലെ ഇപ്പോഴും അവനെ എല്ലാവരും കരുതുന്നതും അവനെ ലാളിക്കുന്നതെന്ന് തന്നെ ഞാനങ്ങ് പറയും. അതുപോലുള്ള സ്നേഹമാണ്. ഇപ്പോൾ ഈ സഹോദരങ്ങളുടെ മക്കളും കുടുംബങ്ങളായിട്ട് എല്ലാവരും വന്നത് റെഞ്ചുമോനോടും റെന്നിനോടും റോബിനോടും എല്ലാവരോടുമുള്ള കഴിഞ്ഞുപോയ കുഞ്ഞമാമിയോടും അച്ഛനോടും ഒക്കെയുള്ള സ്നേഹം കൊണ്ടാണ്. അപ്പോൾ ഞാൻ ആ ഒരു സന്തോഷത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക ചെയ്യുന്ന. അതുമാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പറയാനുള്ള കാര്യങ്ങളൊക്കെ അച്ഛനും മറ്റെല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ മുമ്പേ രഞ്ജിനി പറഞ്ഞതുപോലെ മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോവുകയില്ല. ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് ഈ മിനിയരട് പിരിക്കുന്നത് 3 ചരടിട്ട് പിരിച്ച്, അന്ന് മാലയും സ്വർണവും ഒക്കെ ഇല്ലാഞ്ഞ കാലങ്ങളിൽ 3 ചരടിട്ട് അവർ മിനിയരട് പിരിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോഴേ ആ മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകത്തില്ല, ബലവത്തായിട്ടിരിക്കും. അപ്പോൾ ഇവിടെ കേട്ടതുപോലെ കേട്ട കാര്യങ്ങൾ ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ കുഞ്ഞിന് തരും. ദൈവം നിങ്ങളുടെ എല്ലാവരുടെയും നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളെ ദൈവം അനുഗ്രഹമാക്കും. ഈ പ്രിയപ്പെട്ട മുഖങ്ങളെ ഒന്നുകൂടെ സന്തോഷത്തോടുകൂടി ഒരുമിച്ചിവിടെ കൂടി കാണാൻ കഴിഞ്ഞതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. ഒത്തിരി ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. താങ്ക് യു. എന്നോട് ഇവരെല്ലാം പറഞ്ഞത് ബിബ്ലിക്കലി ത്രീ കോർഡ് സ്റ്റാൻഡ് തിയറി എന്ന് പറയും. അതായത് മുപ്പിരിച്ചരട്. അതായത് സഭാപ്രസംഗി ബുക്ക് ഓഫ് സദൃശ്യവാക്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 2 പേർ ഒരുമിച്ച് കിടന്നാൽ തണുപ്പ് മാറും എന്ന് പറയുന്നു. പറഞ്ഞു മനസ്സിലായി? 2 പേർ ഒരുമിച്ച് കിടന്നാൽ. എന്നാൽ അത് കഴിഞ്ഞിട്ട് പറയുന്ന ഒരു തിയറിയാണ് 3 ചരട്. 3 ചരട് ഒരിക്കലും അറ്റുപോകുകയല്ലെന്ന് പറയും. അപ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും അതിനെ തകർക്കാൻ വേണ്ടി മനഃപൂർവ്വമായി ശ്രമിച്ചെങ്കിൽ മാത്രമേ അതിനകത്ത് ഒരു പിണി മുറിഞ്ഞു പോയാൽ അത് അറ്റുപോകും. എന്നാൽ ഒരുമിച്ച് നിൽക്കുന്നിടത്തോളം കാലം ഈ 3 കോർഡ് സ്റ്റാൻഡ് തിയറി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ ക്ലിയർ ബോണ്ടിങ്, അതേ പറഞ്ഞ ട്രയാങ്കുലർ ഷേപ്പ് എന്ന് പറഞ്ഞ ഇറ്റ്സ് എ പിരമിഡിക്കൽ വൺ എന്ന് പറഞ്ഞതിൻ്റെ കാരണം വന്നതാണ്. ഇറ്റ്സ് എ സ്ട്രോങ് വൺ. ഇതിനകത്തെല്ലാം ഒരു രഹസ്യമുണ്ട്. ഒരാൾ പറഞ്ഞു, അതായത് ഒരു ഉപ്പ് കൂടി, ടീച്ചർ പറഞ്ഞില്ലേ, ഉപ്പ് കൂടിപ്പോയാലും സാമ്പാർ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അക്സെപ്റ്റൻസ് ആൻഡ് അക്നോളജ് അല്ലേ? അക്നോളജ് ചെയ്യുക. ആ ഒരു വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ചില വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് കൊള്ളാമല്ലോടി എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതേ കളർ തന്നെ വീണ്ടും പോയി സാരി
എടുത്തിരിക്കും. കാരണം അച്ചായം പറഞ്ഞ് ഈ കളർ സെൻസ്, അപ്പോൾ ഞാൻ പറഞ്ഞ് മനസ്സിലായി. അതുപോലെ തന്നെ പാചകം ചെയ്യുമ്പോൾ ആൻറ്റിമാർ ഓർക്കണം, അതിനകത്തൊരു മസാല നിങ്ങൾ വാങ്ങിച്ചു വെച്ചേക്കണം വീട്ടിൽ. വേണ്ടെന്ന് എത്തിക്കാനാകരുത്. ഒരു ലവ് മസാല എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അറിയാമോ? അതായത് എൻ്റെ അച്ചായനെ ഇത് തൃപ്തിയാകണം എന്നുള്ളത് എന്ന് പറഞ്ഞാൽ അവക്കും വല്ലപ്പോഴും അതുപോലെ ലവ് മസാല ചേർത്ത് വല്ലതും വെച്ച് കൊടുക്കണം. വല്ലതും ചെയ്യാൻ അറിയാമല്ലോ? എല്ലാം അറിയും. ഓക്കെ, വെരി ഗുഡ്. അപ്പം അവളും രുചിച്ചറിയണം എൻ്റെ ഭർത്താവിൻ്റെ ലവ് മസാല വെച്ചാണ് എനിക്ക് തന്നത് എന്നുപോലെ തിരിച്ചും, കേട്ടോ. അപ്പം അതുകൊണ്ട് എന്നും അല്ലേ, ചിലരുണ്ട് വാഷിംഗ് മെഷീൻ വാങ്ങിക്കുക, കുക്കിംഗ് ഹെൽപ്പറെ വാങ്ങിക്കുക എന്നൊക്കെയുള്ള പഴയ കാലത്തെ കുറേ കൺസെപ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ ചെറുക്കന് രാവിലെ ഒരു ഗ്ലാസ് കാപ്പി കൊടുത്തിട്ടല്ലാതെ അവന് ടോയ്ലറ്റിൽ പോകത്തില്ല. അവന് അതിന് മുമ്പ് ടോയ്ലറ്റിൽ പോയാണ്ട് കുഴപ്പം വരുമോ? ഇതൊക്കെ ചുമ്മാതെ അമ്മച്ചിമാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറേ സാമൂഹിക നിയമങ്ങളാണ്. പറഞ്ഞ് മനസ്സിലായോ? കുറേ ഈ നോഷൻസാണ്. കുറച്ച് സ്ക്രിപ്റ്റ് എന്ന് പറയും, നമ്മുടെ അച്ഛൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കുറേ സ്ക്രിപ്റ്റ് എന്ന് പറയും. അതായത് അവനെന്തിനാടി അവിടെ അടിപ്പാവാട കഴുകി കൊടുക്കുന്നേ? അവൾക്ക് കഴുകരുതോ? ഒന്ന് കഴുകി കൊടുത്താൽ തന്നെ കുഴപ്പം? പറഞ്ഞ് മനസ്സിലായി? അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള കുറച്ച് സോഷ്യൽ നോഷൻസ് ഉണ്ട്, സ്ക്രിപ്റ്റ് ഉണ്ട്. അത് യാതൊരു കാരണവശാലും നിങ്ങൾ താമസിക്കുന്ന അവിടുത്തെ സിറ്റുവേഷനിൽ അറിയാം. ഒരാൾ ഡേ വർക്കറാണെങ്കിൽ മറ്റൊരാൾ നൈറ്റിൽ പോയി വർക്ക് ചെയ്താലേ ഒക്കത്തുള്ളൂ. വീക്കെൻഡിലെ തമ്മിൽ കാണാൻ പറ്റത്തുള്ളൂ. കാണുന്ന സമയങ്ങളിൽ ആഘോഷത്തോടെ ജീവിച്ചോണം. ഞാൻ പറഞ്ഞ മനസ്സിലായി? ഞങ്ങളെപ്പോഴും പറയും, ഒരാളുടെ വണ്ടി, ഹസ്ബൻഡിൻ്റെ വണ്ടി പോർച്ചിലോട്ട് വന്ന് കയറിയപ്പോൾ, ഗ്യാരേജിലോട്ട് വന്ന് കയറി കഴിഞ്ഞപ്പോൾ വൈഫ് വണ്ടിയിൽ ഹായ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഭർത്താവ് ഇത് പറയും ബായ് എന്ന് പറഞ്ഞ് പോകുന്നൊരു സ്റ്റൈലാണ് അവിടെ ഉള്ളത്. അപ്പം ആ സ്റ്റൈലിൻ്റെ നടുക്ക് കുഞ്ഞുങ്ങളോടായി കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ വരും. നമുക്ക് അവിടുത്തെ നിയമങ്ങളറിയാം ഇല്ല ഞങ്ങളെ? ഭയങ്കര സ്ട്രിക്റ്റായിട്ടുള്ള നിയമങ്ങളാണ്. എന്നാൽ ഇതിൻ്റെ എല്ലാം നടുവിൽ ഒരു ദൈവകൃപയെന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ദ ഗ്രേസ് ഓഫ് ഗോഡ്, ദാറ്റ് ഈസ് വണ്ടർഫുൾ. അത് അനുഭവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ രണ്ടച്ഛന്മാരുടെയും പ്രത്യേകമായിട്ടുള്ള ആശംസകൾ, ജസ്നച്ചൻ വന്നില്ലെങ്കിലും എല്ലാവിധമായിട്ടുള്ള ആശംസകളും അറിയിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട KT എബ്രഹാം അച്ഛൻ പ്രാർത്ഥിച്ച് നമുക്ക് ആശീർവാദം നൽകും. അതിനുശേഷം ഭക്ഷണത്തിനായിട്ട് നമുക്ക് പിരിയാം. തലമുറയായി നീ ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ദൈവമാകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് നൽകി തന്ന ധന്യമായ കുടുംബജീവിതങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ പൂർവ്വ മാതാപിതാക്കൾ കാണിച്ച നല്ല മാതൃകയിൽ കൂടി ഞങ്ങളുടെ കുടുംബങ്ങളെ കെട്ടുപണി ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ഇത്രത്തോളം നീ സഹായിച്ചതോർത്ത് സ്തോത്രം. കർത്താവെ, അവരുടെ നന്മയും അനുഗ്രഹങ്ങളും ഒക്കെ ഇന്നും ഞങ്ങളോടുകൂടെ ഉള്ളതോർത്ത് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു, നിന്നെ സ്തുതിക്കുന്നു. പ്രത്യേകമായിട്ട് ഈ പ്രിയപ്പെട്ട ഭവനത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട രഞ്ജിയും മത്സമ്മയും അവർക്ക് ദാനം കൊടുത്ത മക്കളെ രണ്ടുപേരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കുടുംബജീവിതത്തിലായിരിക്കുന്ന അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൻ്റെ കുടുംബജീവിതത്തെ ധന്യമാക്കി നിലനിർത്തണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നാളെ വിവാഹിതനാകുന്ന ഈ പ്രിയപ്പെട്ട മകനെയും അവന് വേണ്ടി ഒരുക്കിയ മകളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇരുവരും തമ്മിലുള്ള ബന്ധം യേശുക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട ബന്ധമായി കെട്ടുപണി ചെയ്യുവാൻ അവരെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളിൽ, നന്മതിന്മകളിൽ, സന്തോഷ സന്താപ വേളകളിലെല്ലാം കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പും ധൈര്യവും നീ അവർക്ക് നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹം കർത്താവിനോടുകൂടിയുള്ള ജീവിതമാകുന്നുവെന്ന് മനസ്സിലാക്കുവാൻ ഓരോ ചെറുപ്പടി മുൻപോട്ട് വയ്ക്കുമ്പോഴും അവരെ സഹായിക്കണമേ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നാളത്തെ വിവാഹ ക്രമീകരണങ്ങളൊക്കെ അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ഇതിനോടുകൂടി ചേർന്ന് എല്ലാം ആരംഭിക്കുവാനും അവസാനിപ്പിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധുക്കളായി, ചാർച്ചക്കാരായി, സ്നേഹിതരായി ഈ സന്തോഷം പങ്കുവയ്ക്കാൻ കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ലഭിക്കുന്ന ആഹാരത്തിനായിട്ട് സ്തോത്രം ഭക്ഷിച്ച് ബലപ്പെട്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിനാവട്ടെ ഞങ്ങളുടെ പ്രാർത്ഥന ദയോട് കേൾക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗത്തിലെ പോലെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ കടങ്ങളിൽ ദോഷങ്ങൾ ഞങ്ങൾ ക്ഷമിക്കണം. ഞങ്ങളെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ശക്തിയും മഹത്വവും എന്നേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നാം എല്ലാവരുടെ മേലും വിശിഷ്യ നാളെ വിവാഹിതനാകുന്ന ഈ മകനോടുകൂടെയും ഈ മകന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മകളോടുകൂടെയും വിവാഹ ബന്ധത്തിൻ്റെ എല്ലാ അനുഭവങ്ങളോടുകൂടെയും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവരോടും ഉള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വളരെ ദൂരെ നിന്ന് വന്നവരുണ്ട്, വളരെ ബുദ്ധിമുട്ടി കടന്നു വന്നവരുണ്ട്. എല്ലാവരോടും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ആരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല.
ഞാൻ രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ഗ്രീഷ്മയും ഷാരനും ഒക്കെ ചേർന്ന് ചെറിയ ഗെയിമുകളൊക്കെ കളിക്കാനായിട്ടുള്ള പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഭക്ഷണത്തിന് മുമ്പോ ഭക്ഷണത്തിന് ശേഷമോ ഒക്കെ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഈ മ്യൂസിക്കൽ ചെയർ പോലെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്, അല്ല മറ്റ് വലിയ കാര്യങ്ങളല്ല. അപ്പോൾ അതെല്ലാം പങ്കെടുക്കുന്നത് അവരെ സംബന്ധിച്ച് അവർക്കത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. യങ്സ്റ്റേഴ്സ് ധാരാളം ഉണ്ടല്ലോ, പ്രായമുള്ളവരും ഉണ്ടല്ലോ, പ്രായമുള്ളവർ വലിയ കളിക്കാരാണ്. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് അതിനകത്ത് പങ്കെടുക്കുകയും കൂടെ ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ. ആഹാര ക്രമീകരണമുണ്ട്, എല്ലാവരും ഭക്ഷിക്കണം, എല്ലാവരും കഴിക്കണം, ഇതിനകത്തൂടെ പങ്കെടുക്കണം, ഞങ്ങളുടെ കുഞ്ഞിനെ പ്രാർത്ഥനയിൽ ഓർക്കണം. ചേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണ്, മണിവാനത്താരം പെണ്ണിന്മയിൽ മിന്നാണ്. താരം വൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനെ. നെഞ്ചോരം ഢോലുണ്ട്, ചുണ്ടോരം ശീലുണ്ട്, കണ്ടാലും കൂടുമ്പം കൊണ്ടാടണ്ടേ. കൊണ്ടാട്ടച്ചേലാക്കാൻ നല്ലാട്ടക്കാരുണ്ട്, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെന്റെ പൊട്ടി കാത്തിരിക്കും നേരം വന്നെ ചില്ലം ചില്ലാല. കൊണ്ടെന്നുള്ളിൽ കുത്തും പെണ്ണാണേ, ഒരു കൊട്ട സ്വപ്നം തന്നോരോമൽ മുത്താണേ. ഞാൻ പണ്ട് കച്ചൻ കെട്ടി നിന്നെ കെട്ടാൻ നിപ്പാണേ, പടിയോരം വെള്ളിപ്പല്ലക്കെത്തി തിന്നാണേ. വീട്ടാരും കൂട്ടുണ്ട്, നാട്ടാരും കൂടെയുണ്ട്, ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ട്. ആശപ്പും കൊട്ടാരം പിന്നോരം മുട്ടിയിലെ ചിങ്കാരപ്പട്ടും ചുറ്റിച്ചേലിൽ വട്ടപ്പൊട്ടും കുത്ത് പിന്നു കെട്ടിക്കൊണ്ടേ പോകാം ചില്ലം ചില്ലാ. നാളേറെ കാത്തിട്ടും നീ വന്നില്ല, മോഹിക്കും പോലെ വേഗം നേരം പോയില്ല. നിന്നെ ഞാൻ കാണുന്ന നേരം തൊട്ടേ എന്നുള്ളിൽ കേൾക്കുന്നുണ്ട് ജില്ലം ജില്ലാല. മാറത്തെ മൈനെ നിൻ പേരെ കൊഞ്ചാറുള്ളൂ, നീ എന്നൊരാളെ എൻ കണ്ണിൽ മിന്നാനുള്ളൂ. ആകാശം വീശുന്നുണ്ട് മേഘത്തുവാല,